Good morning. Good morning. Okay, good morning. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മള് ഇതൊക്കെ പഠിച്ചു. ഡെത്ത് റേറ്റ് അല്ലെ, മോർട്ടാലിറ്റി റേറ്റ് പഠിച്ചു. പിന്നെ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് പറഞ്ഞു അല്ലെ, ശിശു മരണ നിരക്ക്, അതിന്റെ ഫോർമുലയൊക്കെ അറിയാന്ന് നമ്മള് പറഞ്ഞു നിർത്തി. ഓക്കെ ആണല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി പഠിക്കാനുള്ളത് നമുക്കിത് പറഞ്ഞില്ലേ, ഇൻ ഹോസ്പിറ്റൽ ഈക്വേഷൻ പറഞ്ഞോ. Infant mortality rate is equal to total number of infant deaths at hospital in a period divided by total number of infant discharges and deaths during that period into 100. അവിടെ വരെ പറഞ്ഞു അല്ലേ. അപ്പൊ ഇനി ബാക്കിയുള്ള ഭാഗങ്ങൾ നോക്കാം. ഓൾ മ്യൂട്ട് കൊടുക്കാണേ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് പ്രിവാലൻസ് ആണ് കേട്ടോ. പ്രിവാലൻസ്. ഓക്കെ, പ്രിവാലൻസ് ഓഫ് എ ഡിസീസ്. ആദ്യം തന്നെ എന്താണ് പ്രിവാലൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടാക്കാം അല്ലെ, എന്നിട്ട് നമുക്ക് വായിക്കാം. അതായത് വായിച്ചു പറയുന്നേക്കാളും നല്ലത് കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് വായിക്കാം കേട്ടോ. പ്രിവാലൻസ് എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നത് രോഗവ്യാപനമാണ് കേട്ടോ. അതായത് രോഗവ്യാപനമാണ് ചെയ്യാതെ ഒരു നിശ്ചിത സമയത്തോ കാലയളവിലോ ഒരു പ്രത്യേക രോഗമോ രോഗാവസ്ഥയോ എന്താണ് ബാധിച്ച ജനസംഖ്യയിലെ ഒരു എന്താ പറയാ വ്യക്തികളുടെ അനുപാതം, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രിവാലൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നുകൂടെ ശ്രദ്ധിച്ചു കേൾക്കുക. അതായത് ഒരു നിശ്ചിത കാലയളവില് ആണല്ലോ നമ്മൾ എല്ലാ റേറ്റും പറയുന്നത്. ഒരു പെർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിലാണ് പൊതുവെ നമ്മൾ പറയാം. അത് തന്നെ ഒരു നിശ്ചിത കാലയളവിലോ അല്ലെങ്കിൽ ഒരു നിശ്ചിത സമയത്തോ ഒരു പ്രത്യേക രോഗമോ അല്ലെങ്കിൽ രോഗാവസ്ഥയോ ബാധിച്ചിട്ടുള്ള ജനസംഖ്യയിലെ നമ്മുടെ പോപ്പുലേഷനിലെ വ്യക്തികളുടെ അനുപാത നിരക്കാണ് പ്രിവാലൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക രോഗം വേണമെങ്കിൽ പ്രമേഹമാവാം, ക്യാൻസർ ആവാം, അല്ലെങ്കിൽ കോവിഡോ അങ്ങനെയാവാം, ഒമിക്രോണോ, അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു പ്രത്യേക രോഗം. ഓക്കെ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. കൂടെ ശ്രദ്ധിച്ചു കേൾക്കുക. ഒരു നിശ്ചിത സമയത്തോ കാലയളവിലോ ഒരു പ്രത്യേക രോഗമോ അല്ലെങ്കിൽ രോഗാവസ്ഥയോ ബാധിച്ചിട്ടുള്ള ജനസംഖ്യയിലെ വ്യക്തികളുടെ അനുപാത നിരക്കാണ് എന്തെന്ന് പറയുന്നത് പ്രിവാലൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രോഗവ്യാപനമാണ്. അതായത് ആ ഒരു പെർട്ടിക്കുലർ പോപ്പുലേഷന് ഞാൻ പറയാണ്, ഒരു 10,000 ആളുകൾ അടങ്ങുന്ന ഒരു പോപ്പുലേഷനെ കൺസിഡർ ചെയ്യാണ്. 10,000 ആളുകൾ അടങ്ങുന്ന പോപ്പുലേഷന് എത്ര ആളുകൾക്ക് ഡയബറ്റീസ് ഉണ്ട്, എത്ര ആളുകൾക്ക് പ്രമേഹമുണ്ട്. പ്രമേഹം അവിടെ ഞാൻ കണക്കാക്കുന്നത് പ്രിവാലൻസ് ഓഫ് ഡയബറ്റിക്സ് ആണ് ഞാൻ കണക്കാക്കുന്നത്. ആ ഡയബറ്റിക്സ് എന്ന് പറയുന്ന എന്താ പറയുക അസുഖമുള്ള ആളുകളുടെ എണ്ണമാണ്. ആ 10,000 ആളുകളിൽ എത്ര ആളുകൾക്ക് ഡയബറ്റിക് പേഷ്യന്റ് ആണ്, എത്ര ആളുകളിൽ ഡയബറ്റിക്സ് ഉണ്ട് എന്നതാണ് ഞാൻ അവിടെ മെഷർ ചെയ്യുന്നത്. അതാണ് ഞാൻ പറഞ്ഞ ഒരു പ്രത്യേക രോഗമോ രോഗാവസ്ഥയോ ബാധിച്ചിട്ടുള്ള ജനസംഖ്യയിലെ വ്യക്തികളുടെ അനുപാതമാണ് പ്രിവാലൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഇത്രയേ ഉള്ളൂ. അവിടെ പറയുന്ന ആശയം എത്രയേ ഉള്ളൂ. അതാണ് പ്രിവാലൻസ്. പറഞ്ഞാലും ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ നിങ്ങൾക്ക്? ശരി, പിന്നെ വായിക്കാം. അതായത് പ്രിവാലൻസ് റെഫേർഡ് ടു as a prevalence rate. പ്രിവാലൻസ് റേറ്റ് എന്നും പറയാം കേട്ടോ. എന്താണിത്? ഇറ്റ് ഈസ് ദ പ്രപ്പോർഷൻ ഓഫ് പേഴ്സൺസ്. പ്രപ്പോർഷൻ ആണ്, അനുപാതമാണ് കേട്ടോ. ഇറ്റ് ഈസ് ദ പ്രപ്പോർഷൻ ഓഫ് പേഴ്സൺസ് ഇൻ എ പോപ്പുലേഷൻ who are affected with a particular disease or attribute. Attribute എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്ന രോഗാവസ്ഥ തന്നെയാണ് കേട്ടോ. At a specified point in time or over a specified period. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരു നിശ്ചിത സമയത്ത് നിശ്ചിത പോയിന്റ് ഓഫ് ടൈമില് ഒരു പ്രത്യേക രോഗമോ രോഗാവസ്ഥയോ ബാധിച്ചിട്ടുള്ള ജനസംഖ്യയിലെ ആളുകളുടെ വ്യക്തികളുടെ അനുപാതമാണ് എന്തെന്ന് പറയുന്നത് പ്രിവാലൻസ് റേറ്റ് എന്ന് പറയുന്നത്. കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ the total number of cases of disease present in a population at a given time.
വേണമെങ്കിൽ സിമ്പിൾ ആയിട്ട് അങ്ങനെ എഴുതി വെച്ചോ. അത്രയും വലിയ സെന്റൻസ് വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് നിങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചോ. ദ ടോട്ടൽ നമ്പർ ഓഫ് എഴുതൊക്കെ എഴുതിയാൽ മതിയിട്ട് എല്ലാവർക്കൊന്നും എഴുതണ്ട, അങ്ങനെ വേണമെന്നുള്ളവർ എഴുതി വെക്കാം. ടോട്ടൽ നമ്പർ ഓഫ് cases of diseases present in a population at a given time. That is the total number of cases of diseases present in a population at a given time. Okay. നിശ്ചിത സമയത്ത് ഒരു പോപ്പുലേഷനകത്തുള്ള രോഗാവസ്ഥകളുടെ എണ്ണം, രോഗബാധിതരായിട്ടുള്ള കേസുകളുടെ ആകെ എണ്ണം, ഇതാണ് എന്ത് പ്രിവാലൻസ് റേറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നോക്കാം കേട്ടോ. പ്രിവാലൻസ് ഈസ് എ മെഷർ ഓഫ് ഡിസീസ് ദാറ്റ് ലെറ്റ് us determine a person's likelihood of having a disease. അതായത് നമ്മളിൽ ഒരു വ്യക്തിക്ക് രോഗമുണ്ടാകാനുള്ള സാധ്യത, രോഗമുണ്ടാവാനുള്ള ആ ഒരു എന്താ പറയാ സാധ്യതയാണ് എന്തുകൊണ്ട് നമ്മൾ അളക്കുന്നത്, പ്രിവാലൻസ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ആ ഒരു പോപ്പുലേഷനിൽ രോഗമുണ്ടാകാനുള്ള സാധ്യത എത്രത്തോളം ആളുകൾക്കുണ്ട് എന്നാണ് നമ്മൾ, രോഗാവസ്ഥകൾ ഉണ്ടാവാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് എന്നാണ് നമ്മൾ പ്രിവാലൻസിലൂടെ മെഷർ ചെയ്യുന്നത്. സെയിം കാര്യം തന്നെയാണ് പറയുന്നത്, സെയിം കൺസെപ്റ്റ് തന്നെ പല രീതിയിലാണ് അവിടെ പറയുന്നത് കേട്ടോ. നോക്കാം. So the number of prevalent cases is the total number of cases of disease that exist in a population. അതിനെ ഞാൻ നേരത്തെ പറഞ്ഞത് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. എന്താണ്? is the total number of cases of disease that exist in a population. ആ ഒരു given ടൈമിൽ ആ ഒരു പർട്ടിക്കുലർ പോപ്പുലേഷന് ആ ഒരു പ്രത്യേക രോഗം ബാധിച്ച ആളുകളുടെ എണ്ണം, അതാണ് ഇത് പ്രിവാലൻസ് റേറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ അല്ലേ? ഇനി പ്രിവാലൻസ് ഈസ് മെഷേർഡ് ബൈ, പ്രിവാലൻസ് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? അതിന് വേറൊരു ഫോർമുല ആയിട്ടൊന്നും നമ്മൾ കൊടുത്തിട്ടില്ല, എഴുതി വെച്ചിട്ടുണ്ട്, അത് നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. എങ്ങനെ നമ്മൾ പ്രിവാലൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കിയേ. പ്രിവാലൻസ് ഈസ് മെഷേർഡ് ബൈ ഡിവൈഡിങ് the number of persons with the disease or condition at a particular time point by divided by എന്താണ് number of individuals examined. Okay, clear ആയോ പറഞ്ഞത്? എന്താണ് number of persons with the disease or condition at a particular time point. അതായത് ഒരു നിശ്ചിത പോപ്പുലേഷനില് ഒരു പെർട്ടിക്കുലർ ടൈം പോയിന്റില് ആ ഒരു പ്രത്യേക രോഗം ബാധിച്ച ആളുകളുടെ ആകെ എണ്ണം. ഞാൻ പറയാണ് ഡയബറ്റിക് ആണ് എടുക്കുന്നത് വിചാരിക്കുക. പ്രിവാലൻസ് ഓഫ് ഡയബറ്റിക്സ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആ ഒരു പെർട്ടിക്കുലർ ടൈമില് ഞാൻ എടുത്തിട്ടുള്ള പോപ്പുലേഷൻ, ഞാനിപ്പോ ഒരു 10,000 ആളുകൾ അടക്കുന്ന ഒരു പോപ്പുലേഷൻ ആണ് ഞാൻ എടുത്തിരുന്നതെന്ന് വിചാരിക്കാം. അതിനകത്ത് എന്താണ് ആ ഒരു പ്രമേഹം ബാധിച്ച ആളുകളുടെ ആകെ എണ്ണം, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. നമ്പർ ഓഫ് പേഴ്സൺസ് വിത്ത് ദ ഡിസീസ് ഓർ കണ്ടീഷൻ അറ്റ് എ പെർട്ടിക്കുലർ ടൈം പോയിന്റ്, അതാണ് ന്യൂമറേറ്റർ വരുന്നത്. ഡിവൈഡഡ് ബൈ, ഹോൾ ഡിവൈഡഡ് ബൈ എന്താണ് നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് എക്സാമിൻഡ്, എത്ര ആളുകളിലാണ് ഞാനത് എക്സാമിൻ ചെയ്തത്. 10,000 ആളുകളിലല്ലേ ഞാൻ എക്സാമിൻ ചെയ്തത്. ഓക്കെ, അപ്പൊ 10,000 ആളുകൾ ഉള്ളതില് 500 പേർക്കാണ് ഡയബറ്റിക്സ് ഉള്ളതെങ്കിൽ ഈ ഇക്വേഷൻ പ്രകാരം എങ്ങനെ വരും? 500/10,000 ഇൻറ്റു പെർസെന്റേജിലാണെങ്കിൽ ഇൻറ്റു 100 ചെയ്യുന്നത്. മനസ്സിലായോ? 10,000 ആളുകളിൽ എടുത്തു ഞാൻ, അതിലങ്ങനത്തെ ഡയബറ്റിക് പ്രിവാലൻസ് ഓഫ് ഡയബറ്റിക്സ് ആണ് ഞാൻ നോക്കുന്നത്. 500 പേർക്കാണ്, 10,000 ആളുകൾ 500 പേർക്കാണ് ഡയബറ്റിക്സ് ഉണ്ട്. 500/10,000 നമ്മൾ ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് പെർസെന്റേജ് അത് അറിയാനായിട്ട് സാധിക്കും. ശരിക്കും പറഞ്ഞാൽ നമ്പർ ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസീസ് ഓർ കണ്ടീഷൻ അറ്റ് എ പെർട്ടിക്കുലർ പോയിന്റ് ഡിവൈഡഡ് ബൈ എന്താണ് നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് എക്സാം. ക്ലിയർ ആയോ? നമ്മള് പ്രിവാലൻസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ദ ടോട്ടൽ നമ്പർ ഓഫ് കേസസ് ഓഫ് ഡിസീസ് ഓർ കണ്ടീഷൻ present in a population at a given time. Okay, അപ്പോ ഒരു പ്രിവാലൻസ് എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് രോഗം വരുന്ന ആ ഒരു സാധ്യതയാണ് ഇവിടെ മെഷർ ചെയ്യുന്നത്. പ്രിവാലൻസ് എന്ന് പറഞ്ഞാൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു? നമ്പർ ഓഫ് പേഴ്സൺസ് വിത്ത് ദ ഡിസീസ് ഓർ കണ്ടീഷൻ അറ്റ് എ പർട്ടിക്കുലർ ടൈം പോയിന്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് എക്സാമിൻഡ്. ക്ലിയർ ആയോ? ഓക്കെ ആയോ? മനസ്സിലായി.
ഇനി നോക്കാം കേട്ടോ. പ്രിവാലൻസ് ഇമ്പോർട്ടന്റ് കേട്ടോ. അതായത് പ്രിവാലൻസ് ഇമ്പോർട്ടൻസ്, ഈ പ്രിവാലൻസിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് കേട്ടോ. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രിവാലൻസ് കണക്കാക്കുന്നത് അല്ലെ? പ്രിവാലൻസിന് എത്രത്തോളം പ്രാധാന്യമുണ്ട്, സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ഓഫ് പ്രിവാലൻസ് കേട്ടോ. നോട്ട് ചെയ്ത് വെക്കാം. നോക്കുക. The prevalence and incidence of a disease are among the most basic measures in epidemiology. അവിടെ കുറച്ച് ടേമുകൾ നിങ്ങൾക്ക് മനസ്സിലാവാത്തതുണ്ട്. പ്രിവാലൻസ് എന്താണുള്ളത് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി. പ്രിവാലൻസ് എന്താണുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി. പിന്നെ വേറൊരു ടേം അവിടെ പറയുന്നത് ഇൻസിഡൻസ് ഓഫ് എ ഡിസീസ് എന്ന് പറഞ്ഞൊരു സംഭവം. ഇൻസിഡൻസ് എന്താണ്? ഇൻസിഡൻസ് അത് നിങ്ങൾക്ക് അടുത്തത് പഠിക്കാനുണ്ട് കേട്ടോ. ഇവിടെ പറയുന്നുണ്ട് ഇൻസിഡൻസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് സെപ്പറേറ്റ് പഠിക്കാനായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇൻസിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് അറിയാമോ? അതായത് ദ ടോട്ടൽ നമ്പർ ഓഫ് എന്താ പറയാ ന്യൂ ഡിസീസ് കേസസ് ആണ്. അതായത് ആ ഒരു പോപ്പുലേഷനകത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന അതായത് പുതുതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കേസുകളുടെ എണ്ണം. അതാണ് ഇൻസിഡൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? ജസ്റ്റ് അറിഞ്ഞിരിക്കാട്ടോ, നമ്മളത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. എങ്കിലും പ്രിവാലൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രത്യേക രോഗമോ അവസ്ഥയോ ബാധിച്ചിട്ടുള്ള ആളുകളുടെ എണ്ണമാണ് പ്രിവാലൻസ് എന്ന് പറയുന്നത്. ഇൻസിഡൻസ് എന്ന് പറഞ്ഞാല് അതുപോലെ തന്നെ ഒരു നിശ്ചിത സമയത്ത് ഒരു നിശ്ചിത കാലയളവില് ഒരു പെർട്ടിക്കുലർ പോപ്പുലേഷനില് പുതുതായിട്ടുണ്ടായ രോഗബാധിതരുടെ എണ്ണമാണ് നമ്മൾ കണക്കാക്കുക. പുതുതായിട്ട്, അതായത് പുതിയതായിട്ട് രോഗം റിപ്പോർട്ട് ചെയ്ത കേസുകളുടെ എണ്ണമാണ് നമ്മളവിടെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള പ്രിവാലൻസ് ആൻഡ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് വൺ ഓഫ് ദ മോസ്റ്റ് ബേസിക് മെഷേഴ്സ് ഇൻ എപ്പിഡമോളജി. എപ്പിഡമോളജിയിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള അളവുകോലുകളിൽ ഒന്നാണ് ഈ പറയുന്ന പ്രിവാലൻസ് എന്നതും ഇൻസിഡൻസ് എന്നതും. എപ്പിഡമോളജി എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? എപ്പിഡമോളജി എന്ന് പറഞ്ഞാൽ ഇസ് ദ സ്റ്റഡി ഓഫ് ദ എന്താണ് ഹെൽത്ത് റിലേറ്റഡ് ക്യാരക്ടറിസ്റ്റിക്സ് എമംഗ് ദ പോപ്പുലേഷൻ. അതായത് ഒരു പോപ്പുലേഷനും ഒരു ജനസംഖ്യയുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള സവിശേഷതകളെ കുറിച്ചുള്ള പഠനമാണെന്ന് എപ്പിഡമോളജി എന്നൂടെ ഉദ്ദേശിക്കുന്നത്. ഈ വാക്ക് പലയിടത്തൊക്കെ കേട്ടിട്ടുണ്ടാവും. എപ്പിഡമോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഒരു പോപ്പുലേഷന്റെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട സവിശേഷതകളെ കുറിച്ചുള്ള പഠനം, അതിനെയാണ് നമ്മൾ എപ്പിഡമോളജി എന്ന് പറയുന്നത്. ആരോഗ്യ സവിശേഷതകൾ എന്ന് പറയുമ്പോൾ പല കാര്യങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ? അതായത് രോഗബാധിതരുടെ എണ്ണം അല്ലെ, എത്രത്തോളം ആളുകൾ ആ പോപ്പുലേഷനിൽ രോഗം ബാധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഹൗ ദേ ഗെറ്റ് ഇറ്റ്, എങ്ങനെയാണ് അവർക്ക് ആ രോഗം ബാധിച്ചത്, വൈ ദേ ഗെറ്റ് ഇറ്റ്, എന്തുകൊണ്ടാണ് അവർക്ക് ആ രോഗം ഉണ്ടായത്, ഹൗ ടു പ്രിവെന്റ് ദാറ്റ് ഡിസീസ്, എങ്ങനെ ആ അസുഖത്തിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ആ ഒരു പോപ്പുലേഷനുമായിട്ട് ബന്ധപ്പെട്ട ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഒരു പഠനമാണ് എപ്പിഡമോളജി എന്നത് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു എപ്പിഡമോളജിയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള അളവുകോലുകളിൽ ഒന്നാണ് ഈ പറയുന്ന പ്രിവാലൻസ്. അതുപോലെ തന്നെ നമ്മൾ പഠിക്കാൻ പോകുന്ന ഇൻസിഡൻസ്. ഓക്കെ, അതാണ് നമ്മൾ പറയുന്നത് കേട്ടോ. Prevalence and incidence of a disease are among the most basic measures in epidemiology. Okay, ini noka. Prevalence is a measure of the load of disease in a population in a given location and at a particular time, as represented in a count of the number of people affected. Underline ചെയ്തിരിക്കുക. Prevalence എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is the measure of the load of disease in a population. അതായത് ആ ഒരു പോപ്പുലേഷന്റെ ആ രോഗഭാരം അല്ലെ, ആ രോഗവ്യാപ്തി അല്ലെ എത്രത്തോളം ഉണ്ട് എന്നാണ് നമ്മൾ പ്രിവാലൻസിലൂടെ കണക്കാക്കുന്നത്. ശരിയല്ലേ അല്ലെ? നമ്മൾ നേരത്തെ പ്രിവാലൻസ് ഓഫ് ഡയബറ്റിക്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. 10,000 ആളുകളെയാണ് നമ്മൾ എടുത്തത്. അതിനകത്ത് 500ഓളം ആളുകൾക്ക് ഡയബറ്റീസ് ഉണ്ട്. 500/10,000 വെച്ച് ഇൻറ്റു 100 ഏകദേശം ഒരു 0.05% ഒക്കെയാണ് നമുക്ക് കിട്ടുക. അതിന്റെ അർത്ഥം എന്താണ്? 5% ആളുകൾ എന്തുണ്ട്, പ്രമേഹബാധിതരാണ് എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് ആ ഒരു പെർട്ടിക്കുലർ പോപ്പുലേഷനില് ആ ഒരു രോഗഭാരം, ആ രോഗവ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്നാണ് നമ്മൾ പ്രിവാലൻസിലൂടെ മെഷർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ റെപ്രസെന്റേറ്റീവ് കൗണ്ട് ഓഫ് ദ നമ്പർ ഓഫ് പീപ്പിൾ അഫക്റ്റഡ്. കാര്യം നമ്മൾ ആ അസുഖം ബാധിച്ച ആളുകളുടെ എണ്ണമാണ് നമ്മൾ അവിടെ കണക്കാക്കുന്നത് അല്ലെ. ആ ഒരു പോപ്പുലേഷനിലെ ആ ഒരു പ്രത്യേക അസുഖം ബാധിച്ച ആളുകളുടെ എണ്ണം, അതിന്റെ പ്രപ്പോർഷൻ ആണ് നമ്മൾ അവിടെ കണക്കാക്കുന്നത്. ഓക്കെ, ഇത്രയും
ഇനി അടുത്തത് നോക്കുക, ദ ഡിസീസ് ഹാസ് ദ ഹയസ്റ്റ് പ്രിവാലൻസ് കേട്ടോ. ഇനി ഹയസ്റ്റ് പ്രിവാലൻസ് ഉള്ള അസുഖങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഒരുപാട് നമ്മുടെ പോപ്പുലേഷനിലെ ഏറ്റവും കൂടുതൽ ആളുകളില് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എന്താ പറയാ കാണപ്പെടുന്നതും അല്ലെങ്കിൽ വ്യാപിക്കപ്പെടുന്നതുമായിട്ടുള്ള അതിനെയാണ് പ്രിവാലൻസ് എന്ന് പറയുന്നത്. ഏറ്റവും നമ്മുടെ പോപ്പുലേഷൻ ഫേസ് ചെയ്യുന്ന ഏത് തരത്തിലുള്ള രോഗങ്ങളാണ് അല്ലെങ്കിൽ എങ്ങനെയുള്ള ലോഡ് ഓഫ് ഡിസീസസ് ആണ് നമ്മൾ കൂടുതലും ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്, അതാണ് അവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. ഡിസീസ് ഹാസ് ദ ഹയസ്റ്റ് പ്രിവാലൻസ്. ഹയസ്റ്റ് പ്രിവാലൻസ് നമ്മുടെ പോപ്പുലേഷനിലെ ഏറ്റവും കൂടുതൽ ആളുകളിൽ എഫക്ട് ചെയ്യപ്പെടുന്നതായിട്ട് കണക്കാക്കുന്ന ചില രോഗങ്ങളുണ്ട്. എന്തൊക്കെ രോഗങ്ങളാണ്, അതിന്റെ കുറച്ച് കണക്കും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. നോക്കുക, ഫസ്റ്റ് വൺ നോക്കുക, കാർഡിയോവാസ്കുലർ ഡിസീസസ് അക്കൗണ്ട് ഫോർ മോസ്റ്റ് NCD ഡെത്ത്. ഏറ്റവും കൂടുതൽ ഹൈ പ്രിവാലൻസ് ഉള്ള ഒരു രോഗമായിട്ട് കണക്കാക്കുന്നതാണ് കാർഡിയോവാസ്കുലർ ഡിസീസസ്, അതായത് ഹൃദ്രോഗങ്ങൾ. ഓക്കെ, ഹൃദ്രോഗം അത് പറയുന്നുണ്ട് മോസ്റ്റ് NCD ഡെത്ത്. NCD എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്നാണ് കേട്ടോ. അറിയാത്തവർ എഴുതി വെക്കണം കേട്ടോ. NCD എന്ന് പറഞ്ഞാൽ എന്താണ്? നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്നാണ് കേട്ടോ. നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറഞ്ഞാൽ എന്താ? പകർച്ചവ്യാധികളാണ്. കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറഞ്ഞാൽ എന്താ? പകർച്ചവ്യാധികൾ. സാധാരണ പനി, ചുമ, ജലദോഷം അല്ലെ, ഇൻഫെക്ഷൻസ്, കോവിഡ്, ഇതൊക്കെ എന്താണ്? പകർച്ചവ്യാധികളാണ് അല്ലെ. NCD എന്ന് പറഞ്ഞാൽ എന്താണ്? നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. ക്യാൻസർ പകരോ? ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരോ ക്യാൻസർ? ഇല്ല. സ്ട്രോക്ക് പകരുന്ന അസുഖമാണോ? അല്ല. ഹൃദ്രോഗം പകരുന്ന അസുഖമാണോ? അല്ല. അതൊക്കെ എന്താണ്? നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആണ് അല്ലെ. അങ്ങനെ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ഏറ്റവും കൂടുതൽ ഹൈ പ്രിവാലൻസ് ഉള്ളതായിട്ട് കാണുന്ന, അതായത് ഏറ്റവും കൂടുതൽ ആളുകളില് കാണപ്പെടുന്നതും മരണകാരണമായിട്ടുള്ള ഒരു രോഗം എന്ന് പറയുന്നത് കാർഡിയോവാസ്കുലർ ഡിസീസസ് ആണ്, ഹൃദ്രോഗമാണെന്ന് പറയുന്നത്. അതിന്റെ ഒരു കണക്ക് അവർ പറയുന്നുണ്ട്, 17.9 മില്യൺ പീപ്പിൾ ഇയർലി എന്നാണ് പറയുന്നത്. വർഷത്തിന് ഏകദേശം 17.9 മില്യൺ ആളുകൾ ഹൃദ്രോഗം മൂലം മരണപ്പെടുന്നുണ്ട്. ഏറ്റവും പ്രിവാലൻസ്, ഹൈ പ്രിവാലൻസ് ഉള്ള അസുഖമായിട്ടാണ് കാർഡിയോവാസ്കുലർ ഡിസീസസിനെ കണക്കാക്കുന്നത് കേട്ടോ. പിന്നെ അതിനുശേഷം പിന്നെ വരുന്നത് ഫോളോഡ് ബൈ ക്യാൻസർ ആണ് കേട്ടോ. ക്യാൻസർ എന്ന് പറയുന്ന അസുഖമാണ്. 9.3 മില്യൺ ആളുകളും ക്യാൻസർ ബാധിച്ചിട്ട് മരണപ്പെടുന്നുണ്ട്. പിന്നെ തൊട്ട് താഴെ കിടക്കുന്നത് ക്രോണിക് റെസ്പിറേറ്ററി ഡിസീസസ് ആണ്. അതായത് നമ്മൾ COPD പോലുള്ള അസുഖങ്ങളിലെ ശ്വാസരോഗങ്ങൾ, അത് ഏകദേശം ഒരു 4.1 മില്യൺ പീപ്പിൾ ആളുകൾ അതുമൂലം മരണപ്പെടുന്നുണ്ട്. പിന്നെ ഡയബറ്റീസ് ആണ്, പ്രമേഹമാണ്. പ്രമേഹം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 2 മില്യൺ ഇൻക്ലൂഡിംഗ് കിഡ്നി ഡിസീസ് ഡെത്ത് കോസ്ഡ് ബൈ ഡയബറ്റീസ്. അതായത് 2 മില്യൺ ആളുകൾ മരണപ്പെടുന്നുണ്ട്. ഡയബറ്റിക് മൂലം മരണപ്പെടാന്ന് വെച്ചാൽ ഡയബറ്റിക് കൂടുതലായി അതിനെ തുടർന്ന് പിന്നെ കിഡ്നി ഫെയിലിയർ ആയി, അങ്ങനെ കിഡ്നി ഫെയിലിയർ ആയിട്ട് അതിനെ തുടർന്ന് മരണപ്പെടുക. റീസൺ എന്ന് പറഞ്ഞാൽ ഡയബറ്റിക് ആണ്. ഡയബറ്റിക് ആയതുകൊണ്ട് കിഡ്നി ഫെയിലിയർ വരുന്നു, അതുമൂലം ആളുകൾ മരണപ്പെടുന്ന കേസുകളാണ് പിന്നെ വരുന്നത്. അപ്പൊ നിങ്ങൾ ആ ഒരു പ്രിവാലൻസിന്റെ ആ ഒരു റേഞ്ച് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഹൈ പ്രിവാലൻസ് ഉള്ള അസുഖങ്ങള് നോൺ കമ്മ്യൂണിക്കബിൾ, താഴെ തന്നിരിക്കുന്ന നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസിനകത്ത് ഹൈ പ്രിവാലൻസ് ഉള്ള ഡിസീസ് ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കണം, കാർഡിയോവാസ്കുലർ ഡിസീസ് ആണ് ഏറ്റവും ടോപ്പിൽ എടുക്കുന്നത്. പിന്നെ വരുന്നത് ക്യാൻസർ ആണ്. പിന്നെ വന്നിട്ട് നമ്മുടെ ക്രോണിക് റെസ്പിറേറ്ററി ഡിസീസ്, ഏറ്റവും താഴെയാണ് ഡയബറ്റീസ് കിടക്കുന്നത്. അതിനെയാണ് അതിൽ ചോദിക്കുക, ഹൈ പ്രിവാലൻസ് ഡിസീസ് ഏതാണ് എന്നാണ് നിങ്ങളോട് ചോദിക്കുന്നത്. ഓക്കെ, ഇതൊക്കെ ഈ പറയുന്ന നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണ് കേട്ടോ. അത് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. കമ്മ്യൂണിക്കബിൾ ഡിസീസ് അല്ല നമ്മൾ പറഞ്ഞ. നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസിനായിട്ട് ഹൈ പ്രിവാലൻസ് ഉള്ള അസുഖങ്ങളാണ് കണ്ടത്. ക്ലിയർ ആണല്ലോ. ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് വാട്ട് ഇൻക്രീസസ് ദ പ്രിവാലൻസ് ഓഫ് എ ഡിസീസ്. ഇനി ഈ ഒരു പ്രിവാലൻസിനെ കൂട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? എന്തുകൊണ്ടാണ് ഈ പ്രിവാലൻസ് ഇങ്ങനെ കൂടാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെ ഫാക്ടേഴ്സുകളാണ് ആ പ്രിവാലൻസിനെ കൂട്ടുന്നത് കേട്ടോ, വർദ്ധിപ്പിക്കുന്നത്? നോക്കുക, പ്രിവാലൻസ് ഇൻക്രീസസ് when the new disease cases are detected. അതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഇൻസിഡൻസ്. ഇൻസിഡൻസ് പഠിക്കുന്നുണ്ട്, ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട്. പ്രിവാലൻസ് ഇൻക്രീസസ് when new disease cases are detected. ശരിയല്ലേ? പുതിയ രോഗ കേസുകൾ അല്ലെ, പുതിയ രോഗങ്ങളല്ല, പുതിയ രോഗ കേസുകൾ ഡിറ്റക്ട് ചെയ്യുന്ന എന്ത് കൂടും? പ്രിവാലൻസ് കൂടും. ഇപ്പൊ നമ്മള് 2 വർഷം മുമ്പ് നമ്മള് കോവിഡ് വന്നത്, തുടക്കം കോവിഡ് റിപ്പോർട്ട് ചെയ്ത സമയത്ത് പ്രിവാലൻസ് കുറവായിരുന്നില്ലേ? പ്രിവാലൻസ് കുറവായിരുന്നു. ഏറ്റവും തുടക്കം പ്രിവാലൻസ് കുറവായിരുന്നു. പിന്നെ പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോഴല്ലേ പ്രിവാലൻസ് കൂടിയത്? പ്രിവാലൻസ് ഓഫ് കോവിഡ് അപ്പോഴല്ലേ കൂടിയത്? ഓക്കെ, അത്രയേ ഉള്ളൂ. പുതിയ കേസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്ത് കൂടും?
പ്രിവാലൻസ് കൂടും. ഓക്കെ, പിന്നെ അടുത്തത് എന്താണ്? പ്രിവാലൻസ് ഡിക്രീസസ് when a patient is either cured or dies. ഇനി പ്രിവാലൻസ് എപ്പോഴാണ് കുറയുന്നത്? എപ്പോഴാണ് പ്രിവാലൻസ് കുറയുന്നത്? ഒന്നില്ലെങ്കിൽ പേഷ്യന്റ് മരണപ്പെടും, അല്ലെങ്കിൽ പേഷ്യന്റിന്റെ അസുഖം ക്യൂർ ആകുന്നത്. ശരിയല്ലേ? പേഷ്യന്റിന്റെ അസുഖം ട്രീറ്റ്മെന്റ് എടുത്ത് ക്യൂർ ആയി അല്ലെ, ട്രീറ്റ്മെന്റ് എടുത്തത് മാറിക്കഴിഞ്ഞാൽ പ്രിവാലൻസ് അവിടെ കുറയും. അതുപോലെ മരണപ്പെട്ടാലും കുറയും. മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ മരണപ്പെടുമ്പോ സ്വാഭാവികമായിട്ടും അതിലൂടെ മറ്റു പല ആളുകളിലേക്ക് പകരാവുന്ന സാഹചര്യങ്ങൾ അവിടെ പോവാണ് അല്ലെ, നഷ്ടപ്പെടുകയാണ്. അപ്പൊ മരിക്കുമ്പോഴും എന്ത് സംഭവിക്കുന്നുണ്ട്? പ്രിവാലൻസ് കുറയുന്നുണ്ട്. അതുപോലെ രോഗം ചികിത്സിച്ച് ഭേദമാകുമ്പോഴും എന്ത് കുറയും? പ്രിവാലൻസ് കുറയും. പ്രിവാലൻസ് കൂടുന്നത് എപ്പോഴാണ്? പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോഴാണ് പ്രിവാലൻസ് കൂടുന്നത്. ഓക്കെ, ജസ്റ്റ് നമ്മുടെ കോമൺ സെൻസ് വെച്ച് ചിന്തിക്കാവുന്ന കാര്യങ്ങൾ. ക്ലിയർ ആണല്ലോ? അതായത് ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണിത്, ടൈപ്സ് ഓഫ് പ്രിവാലൻസസ് കേട്ടോ. പല തവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, എളുപ്പമാണത്. പല ടൈപ്പ് പ്രിവാലൻസ് ഉണ്ട്. നമുക്ക് 3 ടൈപ്പാണ് പഠിക്കാനുള്ളത്. അവിടെ നമ്മൾ വെച്ചിട്ടല്ല ടൈപ്പ് പറയുന്നത്, കാലയളവില്ലേ, കാലയളവിൽ മാത്രമാണ് വ്യത്യാസം വരുന്നത്. അത് വെച്ചിട്ടാണ് നമ്മൾ 3 ടൈപ്പായിട്ട് അവിടെ പറയുന്നത്. ബാക്കിയെല്ലാം ഒരുപോലെയാണ് കേട്ടോ, കണ്ടീഷനൊക്കെ ഒരുപോലെയാണ്, കാലയളവിൽ വരുന്ന വ്യത്യാസമാണ്. അത് വെച്ചിട്ടാണ് നമ്മൾ 3 ടൈപ്പ് അവിടെ പറയുന്നത് കേട്ടോ. ഒന്നാമത്തത് പോയിന്റ് പ്രിവാലൻസ്, രണ്ടാമത്തത് പീരിയഡ് പ്രിവാലൻസ്, മൂന്നാമത്തത് ലൈഫ് ടൈം പ്രിവാലൻസ്. എളുപ്പമാണ്. 3 ടൈപ്പാണ്: പോയിന്റ് പ്രിവാലൻസ്, പീരിയഡ് പ്രിവാലൻസ്, ലൈഫ് ടൈം പ്രിവാലൻസ്. ഓരോന്ന് എന്താ നോക്കാം. പോയിന്റ് പ്രിവാലൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? The number of cases of health events at a certain time. നേരത്തെ പറഞ്ഞ അതേപോലെ പറഞ്ഞാലും മതി കേട്ടോ. Number of cases of disease or condition present in a population at a certain time, അല്ലെങ്കിൽ at a point of time അല്ലെ, ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈം. അത് ചിലപ്പോൾ ഒരു ഡേ ആവാം, ഒരു ദിവസമാവാം, അല്ലെങ്കിൽ ഒരു സമയമാവാം, ഒരു 3 മണിക്കൂറോ 4 മണിക്കൂറോ, വലിയൊരു കാലയളവല്ല, ഒരു പോയിന്റ് ഓഫ് ടൈം, ഒരു സർട്ടൈൻ ടൈം. ചിലപ്പോൾ ഒരു ദിവസമാവാം, അല്ലെങ്കിൽ ഒരു ദിവസത്തിന്റെ പകുതിയാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 3-4 മണിക്കൂറാവും അല്ലെ. അങ്ങനെ ഒരു സർട്ടൈൻ പോയിന്റ് ഓഫ് ടൈമിലേക്ക് നമ്മൾ അളക്കുന്നതാണ്, അങ്ങനെയുള്ളതാണ് പോയിന്റ് പ്രിവാലൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? നമ്പർ ഓഫ് കേസസ് ഓഫ് ഡിസീസ് പ്രസന്റ് ഇൻ എ പോപ്പുലേഷൻ വിത്ത് എ പെർട്ടിക്കുലർ ടൈം ഓർ സർട്ടൈൻ ടൈം, അല്ലെങ്കിൽ പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈം. ക്ലിയർ? അത്രയും. അടുത്തത് പീരിയഡ് പ്രിവാലൻസ്. പീരിയഡ് പ്രിവാലൻസ് എന്ന് പറയുന്നത് എന്താണ്? കുറച്ചും കൂടെ എന്തുണ്ട്, കാലയളവ് കൂടുതൽ ഉണ്ടായിരിക്കും അല്ലെ. പീരിയഡ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ഒരു ദീർഘകാലയളവ്, അത്രയേ ഉള്ളൂ. നമ്പർ ഓഫ് കേസസ് ഓഫ് ഹെൽത്ത് ഇവന്റ്സ് ഇൻ റെഫറൻസ് ടു എ പീരിയഡ് ഓഫൺ 12 months. പൊതുവെ വർഷങ്ങളിലാണ് പറയും. 1 വർഷമാവാം, 2 വർഷമാവാം, 3 വർഷമാവാം. പൊതുവെ എന്താണ്? 12 months. 12 months എന്ന് പറയുമ്പോൾ 1 year ആണ് അല്ലെ. ഒരു വർഷത്തേക്ക് നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ പീരിയഡ് പ്രിവാലൻസ് എന്നാണ് പറയാം. ഓക്കെ, അടുത്തത് എന്താ? ലൈഫ് ടൈം പ്രിവാലൻസ്. അതെന്തായിരിക്കും? ലൈഫ് ടൈം എന്ന് പറയുമ്പോൾ ഒരു ജീവിത കാലയളവ് മൊത്തമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അല്ലെ. ഓക്കെ, നമ്പർ ഓഫ് കേസസ് ഓഫ് ഹെൽത്ത് ഇവന്റ്സ് ഇൻ റെഫറൻസ് ടു ദ ടോട്ടൽ ലൈഫ് ടൈം. ആ ഒരു വ്യക്തിയുടെ മുഴുവൻ ജീവിത കാലയളവിനെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് നമ്മൾ അത് പരിഗണിക്കുന്നതെങ്കിൽ അതിനെ നമുക്ക് എന്താ പറയാ? ലൈഫ് ടൈം പ്രിവാലൻസ് എന്ന് പറയാം. അവിടെ എന്താ വ്യത്യാസം? ആ ഒരു ടൈം പീരീഡിലാണ് വ്യത്യാസം വന്നിട്ടുള്ളത്. അതിനനുസരിച്ചിട്ടാണ് ആ 3 ടൈപ്പ് നമ്മൾ പറഞ്ഞത് അല്ലെ. പോയിന്റ് പ്രിവാലൻസ് എന്ന് പറയുമ്പോൾ സർട്ടൈൻ പോയിന്റ് ഓഫ് ടൈം ആണ്. പീരിയഡ് പ്രിവാലൻസ് എന്ന് പറയുമ്പോൾ പൊതുവെ 12 months ആണ്, ഇയർലി ആണ് പറയുന്നത്. ലൈഫ് ടൈം പ്രിവാലൻസ് എന്ന് പറയുമ്പോൾ ടോട്ടൽ ലൈഫ് ടൈം. ക്ലിയർ ആയോ? 3 ടൈപ്പ് പ്രിവാലൻസ് ഒക്കെയാണോ? അപ്പൊ നോക്കിയേ, ഫോർമുല പഠിക്കാം കേട്ടോ. ഫോർമുല ഒരെണ്ണം ഫോർമുല അവിടെ കൊടുത്തിട്ടുള്ളൂ, ബാക്കി 2 ഫോർമുല നിങ്ങൾക്ക് തന്നെ എഴുതാവുന്നതേ ഉള്ളൂ കേട്ടോ. ഓക്കെ, പോയിന്റ് പ്രിവാലൻസിന്റെ ഫോർമുല അവിടെ കൊടുത്തിട്ടുണ്ട്. നമ്പർ ഓഫ് കേസസ് ഇൻ എ ഡിഫൈൻഡ് പോപ്പുലേഷൻ അറ്റ് 1 point of time, 1 point of time divided by number of people in a defined population at the same point in time. അതാണ് എന്ത്? പോയിന്റ് പ്രിവാലൻസ്. ഇതുപോലെ നമുക്ക് എന്ത് പറയാം? പീരിയഡ് പ്രിവാലൻസ് പറഞ്ഞൂടെ? എങ്ങനെ മാറ്റിയാൽ മതി? നമ്പർ ഓഫ് കേസസ് ഇൻ എ ഡിഫൈൻഡ് പോപ്പുലേഷൻ അറ്റ് എ പെർട്ടിക്കുലർ പീരീഡ്, അല്ലെങ്കിൽ നമുക്ക് അറ്റ് 1 year എന്നോ അങ്ങനെ പറയും. Or number of people divided by number of people in a defined population at a particular period of time. അങ്ങനെ പറഞ്ഞ പോലെ ഇനി ലൈഫ് ടൈം പ്രിവാലൻസ് ഇതുപോലെ നമുക്ക് ഫോർമുല പറഞ്ഞൂടെ? എങ്ങനെ പറയാം? നമ്പർ ഓഫ് കേസസ് in a defined population to the total lifetime divided by number of people in a defined population at the same point of time. Okay, എന്താണ്? same lifetime. അങ്ങനെ ഓക്കെ, ആ രീതിയിൽ നമുക്ക് തന്നെ എഴുതാവുന്നതേ ഉള്ളൂ ഫോർമുല. ഓക്കെ അല്ലേ?
ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? യൂസസ് ഓഫ് പ്രിവാലൻസ്. നമ്മൾ ഈ പറഞ്ഞ പ്രിവാലൻസിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് കണക്കാക്കുന്നത്, അതിന് എന്തെങ്കിലും പ്രയോജനങ്ങളുണ്ടോ, എന്തൊക്കെ യൂസസ് ആണ് നമുക്ക് ഇത് അളക്കുന്നത് മൂലം ലഭിക്കുന്നത് കേട്ടോ. ഒന്നാമത്തത് ഇമ്പോർട്ടന്റ് ആണ്. ഒന്നാമത്തെ പോയിന്റ് ഇതാണ്, ഹെൽപ്സ് ടു കാൽക്കുലേറ്റ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഹെൽത്ത് പ്രോബ്ലം ഓഫ് ഡിസീസ് ഇൻ കമ്മ്യൂണിറ്റി. അതായത് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ അല്ലെ, നമ്മുടെ സമൂഹത്തിനകത്ത് ഒരു പെർട്ടിക്കുലർ ഹെൽത്ത് പ്രോബ്ലം അല്ലെങ്കിൽ ഒരു രോഗാവസ്ഥയുടെ വ്യാപ്തി, മാഗ്നിറ്റ്യൂഡ് അല്ലെ, അതിന്റെ ഒരു വ്യാപ്തി നമുക്ക് അതിലൂടെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ പ്രമേഹം എന്ന് പറയുന്ന രോഗം, അത് എത്രത്തോളം, ആ പ്രമേഹം എന്ന് പറയുന്ന രോഗവ്യാപ്തി എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ ക്യാൻസർ ആണ്, നമ്മൾ പ്രിവാലൻസ് ഓഫ് ക്യാൻസർ ആണ് കണക്കാക്കുന്നതെങ്കിൽ നമ്മൾ എടുത്ത പോപ്പുലേഷനിൽ ആ ഒരു ക്യാൻസർ എന്ന് പറയുന്ന ആ രോഗബാധത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട്. ഇനി നമ്മൾ ക്യാൻസർ അല്ല, വേറെ ഒരു സ്ട്രോക്ക് ആണ്, നമ്മൾ പ്രിവാലൻസ് ഓഫ് സ്ട്രോക്ക് ആണ് നമ്മൾ കണക്കാക്കുന്നതെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ പോപ്പുലേഷൻ, ആ സ്ട്രോക്ക് എന്ന് പറയുന്ന രോഗബാധത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് കണക്കാൻ കഴിയില്ലേ? അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഹെൽപ്സ് ടു കാൽക്കുലേറ്റ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഹെൽത്ത് പ്രോബ്ലം ഓർ ഡിസീസ് ഇൻ കമ്മ്യൂണിറ്റി. ആ ഒരു കമ്മ്യൂണിറ്റിയിൽ ആ ഒരു പെർട്ടിക്കുലർ ഹെൽത്ത് പ്രോബ്ലം അല്ലെങ്കിൽ ആ രോഗാവസ്ഥയുടെ വ്യാപ്തി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ഓക്കെ. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ഐഡന്റിഫൈ പൊട്ടൻഷ്യൽ ഹൈ റിസ്ക് പോപ്പുലേഷൻ. എന്താണ്? ഐഡന്റിഫൈ പൊട്ടൻഷ്യൽ ഹൈ റിസ്ക് പോപ്പുലേഷൻ. അത് കൂടാതെ ഏറ്റവും ഉയർന്ന അപകട സാധ്യതയുള്ള ജനവിഭാഗങ്ങളെ നമുക്ക് അതിലൂടെ കണ്ടെത്താനായിട്ട് സാധിക്കില്ലേ? നമുക്ക് ഏറ്റവും ഉയർന്ന രോഗബാധ അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന അപകട സാധ്യതയുള്ള ജനവിഭാഗങ്ങളെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. നമ്മൾ പോപ്പുലേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഓരോ പോപ്പുലേഷൻ യൂണിറ്റുകളിലായിട്ടാണ് നമ്മൾ ഇത് എടുത്ത് ചെയ്യുന്നത്. ആദ്യം 10,000 ആളുകൾ അടങ്ങുന്ന ഒരു പോപ്പുലേഷൻ യൂണിറ്റ് എടുത്ത് അതിലൊരു പ്രിവാലൻസ് നമ്മൾ കണക്കാക്കും അല്ലെ, പ്രിവാലൻസ് ഓഫ് ക്യാൻസർ കണക്കാക്കി വിചാരിക്കാം. അടുത്തൊരു 10,000 യൂണിറ്റ് അടങ്ങുന്ന മറ്റൊരു പോപ്പുലേഷൻ എടുത്തു, അതിന് നമ്മൾ പ്രിവാലൻസ് ഓഫ് ക്യാൻസർ കണക്കാക്കി. ഇനി മൂന്നാമതൊരു 10,000 പീപ്പിൾ അടങ്ങുന്ന മറ്റൊരു പോപ്പുലേഷൻ യൂണിറ്റ് എടുത്തു, അതിനും നമ്മളൊരു പ്രിവാലൻസ് ഓഫ് ക്യാൻസർ കണക്കാക്കി. ഇത് മൂന്നും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം ഏത് പോപ്പുലേഷനാണ് ഏറ്റവും ഹൈ റിസ്ക് ക്യാൻസർ ഉള്ള പോപ്പുലേഷൻ ഏതാണെന്ന് നമുക്ക് അതിലൂടെ കണ്ടെത്താൻ പറ്റില്ലേ? രണ്ടാമതാണോ, ഒന്നാമതാണോ, മൂന്നാമത് എടുത്തതാണോ എന്ന് നമുക്ക് അറിയാൻ പറ്റില്ലേ? അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതാണ് ഐഡന്റിഫൈ പൊട്ടൻഷ്യൽ ഹൈ റിസ്ക് പോപ്പുലേഷൻ. അതായത് ഏറ്റവും ഉയർന്ന അപകട സാധ്യതയുള്ള ജനവിഭാഗങ്ങളെ കണ്ടെത്താനായിട്ട് നമ്മളത് സഹായിക്കുന്നു. പിന്നെന്താണ്? യൂസ്ഫുൾ ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് പ്ലാനിംഗ് പർപ്പസസ്. ഇത് മാത്രമല്ല, ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾക്ക്, പ്ലാനിംഗ് പർപ്പസസിന്, ആസൂത്രണപരമായിട്ടുള്ള കാര്യങ്ങൾക്കും ഇത് വളരെയധികം ഉപയോഗപ്രദമാണ്. അങ്ങനെ പറയുന്നത് നമ്മൾക്ക് പറയാൻ പറ്റും അല്ലെ, നമ്മൾ ഈ ഒരു പൊട്ടൻഷ്യൽ ഹൈ റിസ്ക് പോപ്പുലേഷൻ അറിയാൻ പറ്റും, അല്ലെങ്കിൽ ആ പോപ്പുലേഷനിൽ എത്രത്തോളം ആളുകളിൽ ആ രോഗഭാരമുണ്ട്, ഇതൊക്കെ നമുക്ക് അളന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതിലൂടെ നമുക്ക് അതിനെ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആ കാര്യങ്ങൾ, പ്ലാനുകൾ നമുക്ക് ആസൂത്രണം ചെയ്യാൻ പറ്റില്ലേ? ഈസി ആയിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റില്ലേ? അഡ്മിനിസ്ട്രേഷൻ അത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും അല്ലേ? അപ്പൊ അഡ്മിനിസ്ട്രേഷന് ഈ പറയുന്ന പ്ലാനിങ് കാര്യങ്ങളൊക്കെ തയ്യാറാക്കുന്നതിന് വളരെയധികം എന്താണ്, യൂസ്ഫുൾ ആണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ പോയിന്റുകള്? ഇനി അത്രയും ഉപയോഗങ്ങളുണ്ട്, അത്രയും ബെനിഫിറ്റുകൾ നമുക്കുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ അതിന്റെ ചില പരിമിതികളും ഉണ്ട്, ലിമിറ്റേഷൻസും ഉണ്ട്. ഓക്കെ, അത് എന്തൊക്കെയാന്ന് നോക്കാം കേട്ടോ. ലിമിറ്റേഷൻ ഓഫ് പ്രിവാലൻസ്. പ്രിവാലൻസിന്റെ ലിമിറ്റേഷൻസ് അഥവാ പരിമിതികൾ എന്തൊക്കെയാണ്? എന്തൊക്കെ പരിമിതികൾ ഉണ്ടെന്നൊക്കെ ഒന്നാമത്തെ പോയിന്റ് നോക്കാം. Can be viewed as a slice through the proportion of population at a point in time. Underline ചെയ്ത് വെക്കാം. എന്താണ് പറയുന്നത്? Can be viewed as a slice through the proportion of population at a point in time. അതായത് നമ്മൾ ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഇൻ ടൈമില് ഒരു പോപ്പുലേഷന്റെ ചെറിയൊരു സ്ലൈസ് എന്ന് പറയുന്നത് ചെറിയൊരു കഷ്ണം അല്ലെങ്കിൽ ചെറിയൊരു ഏരിയയിലെ പ്രപ്പോർഷൻ മാത്രമാണ് നമുക്ക് അതിലൂടെ കാണാൻ സാധിക്കും. അല്ലാണ്ട് നമുക്കൊരു ലാർജ് സ്കെയിലൊന്നും ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യുന്നില്ല, നമ്മൾ മെഷർ ചെയ്യുന്നില്ല അല്ലെ? ലാർജ് സ്കെയില് നമ്മൾ ഒരിക്കലും മെഷർ ചെയ്യുന്നില്ല. നമ്മളിങ്ങനെ ഓരോ പോപ്പുലേഷൻ യൂണിറ്റുകളായി എടുത്തുകൊണ്ട് ചെയ്യുമ്പോൾ ചെറിയൊരു സ്ലൈസ് എന്ന് വെച്ചാൽ ചെറിയൊരു ഏരിയയിൽ മാത്രം അല്ലെ, അത് മാത്രം അവിടെയുള്ള പ്രിവാലൻസ് മാത്രമാണ് നമുക്ക് കണക്കാക്കാനായിട്ട് പറ്റുന്നത്. അതൊരു ലിമിറ്റേഷൻ ആണ്. അങ്ങനെ ഒരുപാട് പോപ്പുലേഷൻ യൂണിറ്റ് എടുത്ത് കണക്കാക്കി വേണം അവസാനം ഒരുമിപ്പിച്ചിട്ട് മൊത്തത്തിൽ നമുക്ക് ലാർജ് സ്കെയിൽ അത് മനസ്സിലാക്കാൻ.
ഓക്കെ, അതാണ് അവിടെ പറയുന്നത്. ക്യാൻ ബി വ്യൂഡ് ആസ് എ സ്ലൈസ് ത്രൂ ദ പ്രൊപ്പോർഷൻ ഓഫ് പോപ്പുലേഷൻ അറ്റ് പെർട്ടിക്കുലർ പോയിന്റ് ഇൻ ടൈമില് നമുക്കൊരു പോപ്പുലേഷന്റെ ഒരു ചെറിയൊരു ഏരിയ, ചെറിയൊരു സ്ലൈസിലെ അനുപാതം മാത്രമാണ് നമുക്ക് അതിലൂടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതൊരു ലിമിറ്റേഷൻ ആയിട്ടാണ് പറയുന്നത്. ഓക്കെ, പിന്നെന്താണ്? നോട്ട് കൺസിഡർ ദ ഡ്യൂറേഷൻ ഓഫ് ഡിസീസ്. നോട്ട് കൺസിഡർ ദ ഡ്യൂറേഷൻ ഓഫ് ഡിസീസ്. ആ ഒരു രോഗത്തിന്റെ ആ ഒരു കാലയളവ് എന്ന് പറഞ്ഞാൽ ആ രോഗം എത്രത്തോളം നാളുകളോളം നീണ്ടു നിൽക്കുന്നുണ്ട് എന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല. രോഗഭാരം അറിയാൻ പറ്റും, ഇത്ര ആളുകൾക്ക് ക്യാൻസർ ഉണ്ട്, ഇത്ര ആളുകൾക്ക് പ്രമേഹമുണ്ട് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ എത്ര കാലങ്ങളോളം അത് നീണ്ടു നിൽക്കുന്നുണ്ട്, ആ രോഗം എത്രത്തോളം നീണ്ടു നിൽക്കുന്നുണ്ട്, അതിന്റെ ഡ്യൂറേഷൻ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അളക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇപ്പൊ ഞാൻ പറയട്ടെ, ഒരു എത്ര കാലം നീണ്ടു നിൽക്കുന്നുണ്ട് എന്നുള്ളത്, ആ രോഗം എത്ര നാള് നീണ്ടു നിൽക്കുന്നുണ്ട് നമുക്ക് അറിയാൻ പറ്റില്ല. രോഗഭാരം അറിയാൻ പറ്റും, ഇത്ര ആളുകൾക്ക് കോവിഡ് ഉണ്ട്, ഇത്ര ആളുകൾക്ക് ക്യാൻസർ ഉണ്ട്, ഇത്ര ആളുകൾക്ക് സ്ട്രോക്ക് ഉണ്ട് എന്ന് നമുക്കറിയാൻ പറ്റും. എത്ര നാളുകളോളം അത് നീണ്ടു നിൽക്കുന്നുണ്ട് എന്നത് അവിടെ മെഷർ ചെയ്യപ്പെടുന്നില്ല. അതൊരു ലിമിറ്റേഷൻ ആണ്. ഓക്കെ, അടുത്തത് എന്താണ്? ഓൺലി ആൻസർ ഹു ഹാസ് ആൻഡ് ഹു ഡു ഹാവ് ഹൗ മെനി പ്രസന്റ്. ആകെ 3 കാര്യങ്ങൾ, 3 ചോദ്യങ്ങൾക്കും ഉത്തരം നമുക്ക് അവിടെ ലഭിക്കുന്നുണ്ട്. ഹു ഹാസ്, ആർക്കൊക്കെ ഉണ്ട്, അതിന് വ്യക്തികളുടെ അനുപാതം എടുക്കുന്നതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റും ആർക്കൊക്കെ ഈ അസുഖമുണ്ട്. ഹു ഡു ഹാവ്, ആർക്കൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഹൗ മെനി, നിലവിൽ ഹൗ മെനി പ്രസന്റ്, നിലവിൽ എത്ര ആളുകളിൽ അത് ഈ അസുഖമുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് കണ്ടെത്താൻ പറ്റും. അതിനുള്ള ആൻസർ മാത്രമേ നമുക്ക് അവിടെ ലഭിക്കുന്നുള്ളൂ. ആർക്കൊക്കെ ഉണ്ട്, നിലവിൽ ആർക്കൊക്കെ ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് അതിലൂടെ ലഭിക്കുന്നത്. നോട്ട് ആൻസർ when and how likely the disease develop. അതായത് എങ്ങനെ ഈ അസുഖം വന്നു, അല്ലെങ്കിൽ ഏത് രീതിയിൽ എപ്പോഴാണ് ഈ അസുഖം കണ്ടു തുടങ്ങിയത്, എപ്രകാരമാണ് ഈ അസുഖം വന്നത് എന്നത് നമുക്ക് അവിടെ കണ്ടെത്താനായിട്ട് സാധിക്കുന്നില്ല. സോ വി നോട്ട് സ്യൂട്ട് ഫോർ എത്തിയോളജിക്കൽ സ്റ്റഡീസ്. അതുകൊണ്ട് തന്നെ ഇത് പ്രിവാലൻസ് എന്ന് പറഞ്ഞ ഒരിക്കലും എത്തിയോളജിക്കൽ സ്റ്റഡീസിന് എന്തല്ല, സ്യൂട്ടബിൾ അല്ല. എത്തിയോളജിക്കൽ സ്റ്റഡി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റഡി ഓഫ് ദ ഒറിജിൻ ഓഫ് ഡിസീസസ് ആണ് കേട്ടോ. അതായത് ഒരു അസുഖത്തിന്റെ സോഴ്സസ്, അതിന്റെ ഉറവിടത്തെ പറ്റിയുള്ള പഠനമാണ് എറ്റിയോളജിക്കൽ. നമ്മൾ തുടക്കം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ട് എറ്റിമോളജിക്കലി എന്നൊക്കെ പറഞ്ഞ് പഠിച്ചില്ലേ? ദ വേർഡ് ഹോസ്പിറ്റൽ ഡിറൈവ്ഡ് ഫ്രം ഹോസ്പിറ്റൽസ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചത് ഓർമ്മയില്ല? എറ്റിമോളജി അതിലെ നമ്മൾ തുടങ്ങിയത് നമ്മുടെ ക്ലാസ്. അപ്പൊ നമ്മൾ പറഞ്ഞു സ്റ്റഡി ഓഫ് ദ ഒറിജിൻ ഓഫ് വേർഡ്സ് ആണെന്ന് പറഞ്ഞത്. എറ്റിയോളജിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റഡി ഓഫ് ദ ഒറിജിൻ ഓഫ് വേർഡ്സ് ആണ് അല്ലെ? ആ ഒരു അസുഖം, ആ അസുഖം എവിടെ നിന്നുണ്ടായി, ഏതാണ് അതിന്റെ സോഴ്സ് എന്ന് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, കണ്ടെത്താനായിട്ട് സാധിക്കില്ല. അതൊക്കെയാണ് പ്രിവാലൻസിന്റെ ഒരു ലിമിറ്റേഷൻസ് ആയിട്ട് പറയുന്നത്. ക്ലിയർ ആയോ? പ്രിവാലൻസ് ഓക്കെ ആണോ? പ്രിവാലൻസ് എന്താണ്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഹൈ പ്രിവാലൻസ് ഉള്ള അസുഖങ്ങൾ എന്തൊക്കെയാണ്, 3 ടൈപ്പ് പ്രിവാലൻസ് ഉണ്ട്, പ്രിവാലൻസിന്റെ ഉപയോഗങ്ങള്, അതിന്റെ ലിമിറ്റേഷൻസ്. ഇത്രയും ഓക്കെ ആണല്ലോ? ക്ലിയർ ആണ്. ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പ്രിവാലൻസ് കേട്ടോ. ഇനി പ്രിവാലൻസിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സുകൾ എന്തൊക്കെയാണ്? ഈ ടാബുലാർ കോളം അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നോട്ട് ചെയ്ത് വെക്കുക, എളുപ്പമാണ് കേട്ടോ. നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പ്രിവാലൻസ്. പ്രിവാലൻസിനെ അഫക്ട് ചെയ്യുന്ന ഘടകങ്ങള്, ഫാക്ടേഴ്സുകൾ എന്തൊക്കെയാണ്? അതായത് കൂട്ടുന്നത് കുറയ്ക്കുന്നത്, അങ്ങനെ 2 ടേബിൾ ആയിട്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് പഠിക്കാനും സൗകര്യമാണ്. ഇൻക്രീസ്ഡ് എന്നാണ് കേട്ടോ, ഇൻസെൻസ്ഡ് എന്നാണ് എഴുതിയത്. ഇൻക്രീസ്ഡ് ബൈ ഡിക്രീസ്ഡ് ബൈ. പ്രിവാലൻസ് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ഇൻക്രീസ് ചെയ്യുന്നു, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഡിക്രീസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഓരോ പോയിന്റ് നമുക്ക് നോക്കാം. ആദ്യം ഇൻക്രീസ്ഡ് നോക്കാം കേട്ടോ. ഇൻക്രീസ്ഡ് ബൈ അത് നമുക്ക് നോക്കാം. എങ്ങനെയൊക്കെ കൂടും? നേരത്തെ നമ്മൾ 2 പോയിന്റ് ഇവിടെ പറഞ്ഞത് ഓർമ്മയുണ്ടാവും. പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ പ്രിവാലൻസ് കൂടും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ആ സെയിം പോയിന്റ് ഇവിടെ വരുന്നുണ്ട് കേട്ടോ. നോക്ക്, ഫസ്റ്റ് പോയിന്റ് ലോങ്ങർ ഡ്യൂറേഷൻ ഓഫ് ദ ഡിസീസ്. ലോങ്ങർ ഡ്യൂറേഷൻ ഓഫ് ദ ഡിസീസ്. ഇപ്പൊ ഒരു പ്രത്യേക അസുഖം കുറെ കാലയളവ് നീണ്ടു നിൽക്കുകയാണെന്ന് വിചാരിക്കും, എന്ത് കൂടും? പ്രിവാലൻസ് കൂടും. രോഗവ്യാപനം കൂടില്ലേ? അസുഖം കുറെ കാലങ്ങളോളം നീണ്ടു നിൽക്കുന്നുണ്ടെങ്കിൽ, ഡ്യൂറേഷൻ കൂടുതലാണെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് കൂടുതലായിരിക്കും? പ്രിവാലൻസ് കൂടുതലായിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? രണ്ടാമത്തെ പോയിന്റ് എന്താണ്? പ്രൊലോങ്ങേഷൻ ഓഫ് ലൈഫ് ഓഫ് ദ പേഷ്യൻസ് വിത്തൗട്ട് ക്യൂർ. അതായത് ചില ആളുകൾ എന്ത് ചെയ്യുന്നറിയും, രോഗം ചികിത്സിക്കാതെ കൊണ്ടു നടക്കും. അതായത് ചികിത്സിക്കാതെ കൊണ്ടു നടക്കാന്ന് വെച്ചാൽ ഇപ്പൊ പൊതുവെ നമ്മളായാലും സാധാരണക്കാരനായ എങ്ങനെയാണ്,
നമ്മളിപ്പോ ഒരു അസുഖം വന്നാൽ ഒരു പനി തന്നെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഓടിപ്പോയി ഡോക്ടറെ കാണില്ല അല്ലെ. നമ്മൾ നമ്മുടെ കയ്യിലിരിക്കുന്ന മരുന്നൊക്കെ വെച്ച് തൽക്കാലം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നോക്കും, അല്ലെങ്കിൽ 2 പാരസെറ്റമോളൊക്കെ വാങ്ങിച്ച് കഴിച്ചൊക്കെ നോക്കും അല്ലെ. എന്നിട്ട് നമുക്ക് പറ്റുന്നില്ല, ഒട്ടും മാറാത്തൊരു സ്ഥിതിയിൽ എത്തുമ്പോഴാണ് പൊതുവെ നമ്മൾ എന്ത് ചെയ്യാം, ഡോക്ടറെ അടുത്ത് പോയി കാണാം. ചിലപ്പോൾ നമ്മുടെ അസുഖത്തിന്റെ ശരിയായ കാരണം നമുക്ക് അറിയുന്നുണ്ടാവില്ല. ചിലപ്പോൾ ഒരു പനി വരാൻ കാരണം എന്തെങ്കിലും റീസൺ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും, നമ്മൾ ചിലപ്പോൾ അത് അറിയുന്നുണ്ടാവില്ല. അങ്ങനെ ശരിയായി നമ്മൾ ചികിത്സിക്കാതെ നമ്മൾ അസുഖം വെച്ചുകൊണ്ട് ലൈഫ് മുന്നോട്ട് പോവുകയാണെന്ന് വിചാരിക്കാം. അപ്പൊ എന്ത് കൂടും, പ്രിവാലൻസ് കൂടും. കാര്യം എന്താ, ശരിയായ അസുഖം എന്താന്ന് അവിടെ ഡയഗ്നൈസ് ചെയ്യപ്പെടുന്നില്ല അല്ലെ, അത് ചികിത്സിക്കുന്നില്ല. അതുകൊണ്ട് ശരിയായ അസുഖം എന്താണെന്ന് നമുക്ക് അറിയുന്നില്ല. അറിയാത്ത കാരണം ആ അസുഖം വളരെ ഉള്ളിൽ തന്നെ നമ്മുടെ ഉണ്ടാവും അല്ലെ. അപ്പൊ നമ്മൾ കോൺടാക്ട് ചെയ്യുന്നതിലൂടെ, നമ്മൾ മറ്റു പല ആളുകളുമായിട്ട് സമ്പർക്കം പുലർത്തുമ്പോൾ നമ്മളിലൂടെ ആ അസുഖം മറ്റുള്ള ആളുകളിലേക്കും വർദ്ധിക്കും. സ്വാഭാവികമായിട്ട് എന്ത് കൂടും, പ്രിവാലൻസ് കൂടും. അതാണ് അവിടെ പറയുന്നത് കേട്ടോ. പ്രൊലോങ്ങേഷൻ ഓഫ് ലൈഫ് ഓഫ് ദി പേഷ്യൻസ് വിത്തൗട്ട് ക്യൂർ. ഇത് ചികിത്സിക്കാതെ, ശരിയായി നമ്മൾ ചികിത്സിക്കാതെ നമ്മൾ ആ രോഗം വെച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ മക്കളും എന്ത് കൂടും, പ്രിവാലൻസ് കൂടും. ഓക്കെ, പിന്നെ അടുത്തത് എന്താണ്, അടുത്തത് നമ്മൾ നേരത്തെ പറഞ്ഞു പോയതാണ് ഇൻക്രീസ്ഡ് ന്യൂ കേസസ് അല്ലെ, ഇൻക്രീസിംഗ് ഇൻസിഡൻസ്. പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്ത് കൂടും, പ്രിവാലൻസ് കൂടും. നിങ്ങൾ കോവിഡിന്റെ കാര്യം ആലോചിച്ചാൽ മതി. തുടക്കം പ്രിവാലൻസ് റിപ്പോർട്ട് ചെയ്ത സമയത്ത് കുറവായിരുന്നു, പിന്നെ പുതിയ പുതിയ കേസുകൾ വന്നു തുടങ്ങിയിട്ട് എന്ത് കൂടി, പ്രിവാലൻസ് ഓഫ് കോവിഡ് ഹൈ ആവാനായിട്ട് തുടങ്ങി. അതാണ് കേട്ടോ. അടുത്ത എന്താണ്, ഇൻ മൈഗ്രേഷൻ ഓഫ് കേസസ്. ഇൻ മൈഗ്രേഷൻ ഓഫ് കേസസ് എന്ന് പറഞ്ഞാൽ എന്താ, ഇൻ മൈഗ്രേഷൻ ഓഫ് കേസസ് ഓഫ് ഡിസീസസ്. രോഗബാധിതരായിട്ടുള്ള ആളുകള് ഇൻമൈഗ്രേറ്റ് ചെയ്യാം. ഇൻമൈഗ്രേറ്റ് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ പോപ്പുലേഷൻ അകത്തോട്ട് വരിക. ഇന്നെന്ന് പറയുന്ന അകത്തേക്കാണല്ലോ. ഇൻമൈഗ്രേഷൻ ഓഫ് കേസസ് എന്ന് പറഞ്ഞാൽ ഇൻമൈഗ്രേഷൻ ഓഫ് ദ ഡിസീസ് കേസസ്. രോഗബാധിതരായിട്ടുള്ള കേസുകൾ, രോഗബാധിതരായിട്ടുള്ള ആളുകള് നമ്മുടെ പോപ്പുലേഷൻ അകത്തോട്ട് വരിക. അങ്ങനെ വരുമ്പോഴും എന്ത് കൂടും, പ്രിവാലൻസ് കൂടും. ഇവിടെ അസുഖം ഇല്ലാണ്ടിരിക്കുകയായിരുന്നു, പക്ഷെ രോഗം ബാധിച്ചപ്പോ നമ്മുടെ കോവിഡ് തന്നെ എടുത്താൽ മതി. ആദ്യം ചൈനയിൽ റിപ്പോർട്ട് ചെയ്ത് അവിടെ നിന്ന് വന്ന് ഇന്ത്യയിൽ വന്ന് പെട്ടു അല്ലെ, ഇൻമൈഗ്രേറ്റ് ചെയ്തു. അപ്പൊ ഇൻമൈഗ്രേഷൻ ഓഫ് കേസസ്. പിന്നെ അപ്പോഴും എന്ത് കൂടും, പ്രിവാലൻസ് ഇൻക്രീസ് ചെയ്യും. അടുത്തത് എന്താണ്, ഔട്ട് മൈഗ്രേഷൻ ഓഫ് ഹെൽത്തി പീപ്പിൾ. ഔട്ട് മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ സ്ഥലം പോപ്പുലേഷൻ വിട്ട് പുറത്തോട്ട് പോവാം. ആര് പോവാം, ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാർ അല്ലെ, ആരോഗ്യമുള്ള ആളുകള് നമ്മുടെ പോപ്പുലേഷൻ വിട്ട് പുറത്തോട്ട് മൈഗ്രേറ്റ് ചെയ്താൽ സ്വാഭാവികമായിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ആരോഗ്യമുള്ള ആൾക്കാരൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെയുള്ള ആൾക്കാർ എങ്ങനെയായിരിക്കും, വളരെ വീക്ക് ഇമ്മ്യൂണിറ്റി ഉള്ള ആളുകളായിരിക്കും ബാക്കി ഉണ്ടാവുക അല്ലെ. അങ്ങനെയല്ലേ ഉണ്ടാവാം. നമ്മുടെ നാട്ടില് ചെറുപ്പക്കാരൊക്കെ എവിടേക്ക് പോവാം, ഗൾഫിലും, ഗൾഫല്ലല്ലോ, ലണ്ടൻ, ജർമ്മനി അല്ലെ, മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പോവാണല്ലേ. ശരിക്കും കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ രാജ്യത്ത് അത്യാവശ്യം പ്രായമുള്ള ആൾക്കാർ മാത്രം ഉണ്ടാവുന്നത് അല്ലെ. അങ്ങനെയല്ലേ ഉണ്ടാവുള്ളൂ. ചെറുപ്പമായിട്ടുള്ള ആൾക്കാര് പ്ലസ് 2 കഴിഞ്ഞ പിള്ളേരെ ആരും ഇവിടെ നിൽക്കണില്ല അല്ലെ. എല്ലാവരും ലണ്ടനും കാനഡയും USA അങ്ങനെയൊക്കെ പോകല്ലോ എല്ലാവരും. പ്രായമുള്ള ആൾക്കാർ നമ്മൾ പോലുള്ള ആൾക്കാരല്ലേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഉണ്ടാവും. അതുപോലെ തന്നെയാണ് ഇത്. ഔട്ട് മൈഗ്രേഷൻ ഓഫ് ഹെൽത്തി ആയിട്ടുള്ള ആളുകള് പുറത്തോട്ട് പോവാണ്. അപ്പൊ എന്താണ്, വീക്ക് ആയിട്ടുള്ള ആൾക്കാരല്ലേ ഇവിടെ ഉണ്ടാവാം. വീക്ക് ഇമ്മ്യൂണിറ്റി ഉള്ള ആളുകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും, ഒരു പെട്ടെന്ന് രോഗബാധിതരാവാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ. രോഗബാധിതരുടെ എണ്ണം കൂടുമ്പോൾ എന്ത് കൂടും, പ്രിവാലൻസ് കൂടും. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്. അടുത്തത് എന്താണ്, ഇൻ മൈഗ്രേഷൻ ഓഫ് സസെപ്റ്റബിൾ പീപ്പിൾ. സസെപ്റ്റബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, സാധ്യതയുള്ളത് അല്ലെ. രോഗസാധ്യത, രോഗം വന്നു എന്നല്ല പറയുന്നത്, രോഗസാധ്യത എന്ന് പറയുമ്പോൾ ഇമ്മ്യൂണിറ്റി കുറഞ്ഞ ആൾക്കാർ അല്ലെ, അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇൻമൈഗ്രേഷൻ ഓഫ് സസെപ്റ്റബിൾ പീപ്പിൾ, രോഗം വരാൻ ഏറ്റവും സാധ്യതയുള്ള റിസ്ക് ആയിട്ടുള്ള ആളുകൾ നമ്മുടെ പോപ്പുലേഷനിലോട്ട് മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ അതിനെയാണ് ഇൻമൈഗ്രേഷൻ എന്ന് പറയുന്നത്. അപ്പോഴും എന്തുകൂടും, പ്രിവാലൻസ് കൂടും. ഓക്കെ, പിന്നെന്താണ്, ഇംപ്രൂവ്ഡ് ഡയഗ്നോസിസ് ഫെസിലിറ്റീസ്. ദാറ്റ് മീൻസ് ബെറ്റർ റിപ്പോർട്ടിംഗ്. ഇംപ്രൂവ്ഡ് ഡയഗ്നോസിസ് ഫെസിലിറ്റി എന്ന് പറയുന്നത് എന്താണ്, നല്ല ഡയഗ്നോസിസ് ഫെസിലിറ്റികൾ മെച്ചപ്പെടുമ്പോൾ, അതായത് നല്ല രോഗനിർണയ ഉപാധികള്, രോഗനിർണയ സൗകര്യങ്ങള് മെച്ചപ്പെടുമ്പോഴും എന്ത് കൂടും, പ്രിവാലൻസ് കൂടും. അതെങ്ങനെയാണ് കൂടുന്നത്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് അസുഖമുണ്ട്, ആ അസുഖം കറക്റ്റ് ആയിട്ട് ഡയഗ്നൈസ് ചെയ്യണം. ഈ ഡയഗ്നൈസ് ചെയ്യാനായിട്ട് ഇന്നിപ്പോ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അങ്ങനെയുള്ള ഡയഗ്നോസിസ് സൗകര്യങ്ങൾ വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പുതിയ രോഗങ്ങളല്ല, രോഗങ്ങൾ എളുപ്പം റിപ്പോർട്ട് ചെയ്യപ്പെടും അല്ലെ. അതാണ് ബെറ്റർ റിപ്പോർട്ടിംഗ്. രോഗങ്ങൾ എളുപ്പം റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇതുപോലെയായി പുതിയ കേസുകൾ എളുപ്പം റിപ്പോർട്ട് ചെയ്യപ്പെടും. പുതിയ കേസുകൾ എളുപ്പം റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ എന്ത് കൂടുന്ന നമ്മൾ പഠിച്ച പ്രിവാലൻസ് കൂടും.
ഓക്കെ, ക്ലിയർ ആയോ? മനസ്സിലായോ? പ്രിവാലൻസ് എങ്ങനെ ഇൻക്രീസ് ആവുന്നത്? ഒന്ന്, അസുഖത്തിന്റെ കാലയളവ് കൂടുതലാകുമ്പോൾ നമ്മൾ ചികിത്സിക്കാതെ രോഗം വെച്ച് നമ്മൾ മുന്നോട്ട് ജീവിതം നയിക്കുമ്പോൾ പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ രോഗബാധിതരായിട്ടുള്ള ആളുകൾ നമ്മുടെ പോപ്പുലേഷനോട്ട് ഇൻമൈഗ്രേറ്റ് ചെയ്യുമ്പോഴും ഹെൽത്തി ആയിട്ടുള്ള ആളുകൾ ഔട്ട് മൈഗ്രേറ്റ് ചെയ്ത് പോകുമ്പോഴും അതുപോലെ രോഗസാധ്യതയുള്ള സസെപ്റ്റബിൾ പീപ്പിൾ നമ്മുടെ പോപ്പുലേഷനിലോട്ട് മൈഗ്രേറ്റ് ചെയ്യുമ്പോഴും പിന്നെ കൂടുതൽ മെച്ചപ്പെട്ട രോഗനിർണയമാദികൾ വരുമ്പോഴും എന്തുകൂടും? പ്രിവാലൻസ് ഇൻക്രീസ് ചെയ്യും. ഈ പറഞ്ഞ പോയിന്റുകളെ തന്നെ നേരെ തിരിച്ചു പറഞ്ഞാൽ ഡിക്രീസ് അറിയാൻ പറ്റും അല്ലെ? ഓക്കെ, അപ്പൊ ഡിക്രീസ്ഡ് ബൈ എന്തായിരിക്കും? ഇവിടെ നമ്മൾ ലോങ്ങർ ഡ്യൂറേഷൻ അല്ലേ പറഞ്ഞേ, ഇവിടെ എന്ത് വരണം? ഷോർട്ടർ ഡ്യൂറേഷൻ ഓഫ് ദ ഡിസീസ് അല്ലെ? ആ ഒരു അസുഖത്തിന്റെ വ്യാപ്തി, ആ ഒരു കാലയളവ് കുറവാണെങ്കിൽ എന്ത് കുറയും? പ്രിവാലൻസ് കുറയും അല്ലെ? പ്രിവാലൻസ് ഇപ്പൊ ഒരു പനി വന്നു ഒരു 3 ദിവസം കൊണ്ട് പനി മാറിയ വലിയ പ്രശ്നമില്ല. 50 ദിവസം വിട്ട് 4 or 5 ദിവസം നേടുമ്പോഴാണ് രോഗവ്യാപനം കൂടുന്നത് അല്ലെ? അതേസമയം ഒരു 3 ദിവസം കൊണ്ട് പനി മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ രോഗവ്യാപനം ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ? ഇല്ല. സ്വാഭാവികമായിട്ട് എന്ത് കുറയും? പ്രിവാലൻസ് അവിടെ കുറയും. ഓക്കെ, പിന്നെ അടുത്തത് നോക്കിയേ, ഹൈ കേസ് ഫാറ്റാലിറ്റി റേറ്റ് ഫ്രം ഡിസീസ്. അതിവിടെ പറയാത്തൊരു പോയിന്റ് ആണ് കേട്ടോ. ഹൈ കേസ് ഫാറ്റാലിറ്റി ഫ്രം ഡിസീസ്, രോഗം മൂലം ആളുകൾ മരണപ്പെടുക എന്ന് വിചാരിക്കാം. അത് നമ്മൾ ഇവിടെ നേരത്തെ പറഞ്ഞിരുന്നു. ഇവിടെ പറഞ്ഞില്ലേ, പ്രിവാലൻസ് ഡിക്രീസസ് when a patient is either cured or dies. അപ്പൊ പേഷ്യന്റ് രോഗം മൂലം മരണപ്പെടുക എന്ന് വിചാരിക്കാം. മരണപ്പെടുകയാണെങ്കിലും പ്രിവാലൻസ് കുറയും. ഞാൻ പറഞ്ഞില്ലേ, മരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ആ മരണപ്പെടുമ്പോ ആ മരണപ്പെടുന്ന രോഗിയിൽ നിന്ന് പകരുന്നേക്കാവുന്ന സാധ്യതകൾ അവിടെ കുറയുകയാണ് അല്ലെ? മരിച്ചു പോകുന്നതോടുകൂടി അവിടെ അവസാനിക്കുകയാണ്. സോ അവിടെ എന്ത് കുറയും? പ്രിവാലൻസ് അവിടെ കുറയുന്നു. ഓക്കെ, പിന്നെ എന്താണ്? ഡിക്രീസ് ഇൻ ന്യൂ കേസസ്. അതുപോലെ പുതിയ കേസുകൾ കുറയുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് കുറയും? പ്രിവാലൻസ് കുറയും. ഓക്കെ, പിന്നെന്താണ്? ഇൻ മൈഗ്രേഷൻ ഓഫ് ഹെൽത്തി പീപ്പിൾ. അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ആളുകള് നമ്മളിലേക്ക് ഇൻമൈഗ്രേറ്റ് ചെയ്യാണ്, നമ്മുടെ പോപ്പുലേഷനിലോട്ട് മൈഗ്രേറ്റ് ചെയ്ത് വരണം. നല്ല ആരോഗ്യമുള്ള ആൾക്കാർ നമ്മുടെ പോപ്പുലേഷനിലോട്ട് വരുമ്പോൾ നല്ലതാണ്. അവർക്കൊന്നും പെട്ടെന്ന് എന്ത് വരില്ല? രോഗബാധ ഏൽക്കില്ല. സ്വാഭാവികമായിട്ട് രോഗം വരാനുള്ള ചാൻസ് കുറയും. എന്ത് കുറയും? പ്രിവാലൻസ് അവിടെ കുറയുന്നു. ഓക്കെ, പിന്നെന്താണ്? ഔട്ട് മൈഗ്രേഷൻ ഓഫ് കേസസ് ഓഫ് ഡിസീസ്. എന്താണ്? ഔട്ട് മൈഗ്രേഷൻ ഓഫ് കേസസ് ഓഫ് ഡിസീസ്. അതുപോലെ ഡിസീസ് കേസുകൾ പുറത്തോട്ട് പോകുമ്പോൾ അല്ലെ? ഡിസീസ് കേസുകൾ പുറത്തോട്ട് പോകുമ്പോൾ ഇവിടെ കുറയില്ലേ? നമ്മളിവിടെ അസുഖബാധിതരായിട്ടുള്ള ആളുകള് ഇവിടെ നിന്ന് പുറത്തോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ പോപ്പുലേഷൻ എന്ത് കുറയും? ആ ഒരു അസുഖത്തിന്റെ പ്രിവാലൻസ് കുറയും. ഓക്കെ, പിന്നെന്താണ്? ഇംപ്രൂവ്ഡ് ക്യൂർ റേറ്റ് ഓഫ് കേസസ്. അതുപോലെ തന്നെ നമ്മൾ രോഗം ചികിത്സിക്കുന്ന കേസുകൾ കൂടുതൽ മെച്ചപ്പെടും. അതായത് നമ്മൾ രോഗം ചികിത്സിച്ച് പെട്ടെന്ന് ഭേദമാകും. എന്ത് കുറയുന്നുണ്ട്? പ്രിവാലൻസ് കുറയുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആയോ? പ്രിവാലൻസ് എങ്ങനെയൊക്കെ ഇൻക്രീസ് ചെയ്യുന്നു, എങ്ങനെയൊക്കെ ഡിക്രീസ് ചെയ്യുന്നു? ക്ലിയർ. ഇന്ന് ശ്രീലക്ഷ്മി ഇല്ലേ ക്ലാസ്സില്? ശ്രീലക്ഷ്മിനെ കണ്ടില്ലല്ലോ ക്ലാസ്സില്. ലീവാണോ? ലീവാണെന്ന് തോന്നുന്നല്ലേ? ഓക്കെ, ഇടയ്ക്കൊരു മെസ്സേജ് ഇട്ട് കാണുന്നതാണ്, കണ്ടില്ല ചോദിച്ചു കണ്ടിട്ടാ. നമ്മള് നിങ്ങളെ കാണുന്നില്ലല്ലോ, ആകെ ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണേ. കാണാത്ത ആൾക്കാരുണ്ട്, പരസ്പരം കാണുന്നില്ല. നിങ്ങൾക്ക് എന്നെ കണ്ടാൽ തിരിച്ചറിയും, എനിക്ക് നിങ്ങളെ കണ്ടാൽ മനസ്സിലാവില്ല. നിങ്ങളൊരു കോൺവെർസേഷൻ ഒക്കെ വരുമ്പോ എന്നോട് പറഞ്ഞു, എനിക്ക് ചിലപ്പോൾ ഞാൻ നിങ്ങളെ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവില്ല. നിങ്ങൾ വന്ന് സംസാരിച്ചാൽ എനിക്ക് അറിയുള്ളൂ കേട്ടാ. പല കുട്ടികൾ അങ്ങനെ വരുമ്പോഴേ മിസ് എന്താ നോക്കുന്നത് ചിരിക്കാത്ത എന്താണോ ഞങ്ങളെ കണ്ടിട്ട് മനസ്സിലായില്ലേ എന്നൊക്കെ തോന്നുന്നു. ചിലപ്പോ തോന്നണ്ട, മനസ്സിലാവാണ്ടാണ് കേട്ടോ. നമ്മൾ കാണുന്നില്ലല്ലോ, നേരിട്ട് കാണുമ്പോ പേര് പറഞ്ഞാൽ മതി കേട്ടോ, അപ്പൊ മനസ്സിലാവും. ഇതിന്റെ ഡൗട്ട് വന്നില്ല. ഓക്കെ, ശരി. ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് ഇൻസിഡൻസ് ആണ് കേട്ടോ. നേരത്തെ ഞാൻ പറഞ്ഞു ഇൻസിഡൻസ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ഫാക്ടർ. പ്രിവാലൻസ് ഓക്കെ അല്ലേ? പ്രിവാലൻസ് പഠിച്ചല്ലോ. പ്രിവാലൻസ് എന്താണെന്നും അതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതുവരെ പഠിച്ചത് കേട്ടോ. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇൻസിഡൻസ് ആണ്. ഇൻസിഡൻസ് എന്താണ് വ്യത്യാസം? ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ പ്രിവാലൻസ് നമ്മൾ എന്താ പറഞ്ഞേ? ടോട്ടൽ നമ്പർ ഓഫ് കേസസ് ഓഫ് ഡിസീസസ് പ്രസന്റ് ഇൻ ദി പോപ്പുലേഷൻ അറ്റ് എ ഗിവൺ ടൈം എന്നല്ലേ നമ്മൾ പഠിച്ചേ. ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ടോട്ടൽ നമ്പർ ഓഫ് ന്യൂ കേസസ് ഓഫ് ഡിസീസസ്. അവിടെ എന്ത് ചേർക്കണം? ന്യൂ കേസസ് എന്ന് ചേർക്കണം. അത്രയുള്ള വ്യത്യാസം കേട്ടോ. The total number of new cases of disease or condition present in a population at a given time. അതാണ് ഇൻസിഡൻസ്. ന്യൂ കേസസ് ആണ് കേട്ടോ.
അപ്പൊ പ്രിവാലൻസ് എന്ന് പറയുമ്പോൾ നമ്മളവിടെ പുതിയ കേസെന്നോ പഴയ കേസെന്നോ അങ്ങനെയൊന്നും നമ്മൾ പറയുന്നില്ല, സ്പെസിഫൈ ചെയ്യില്ല. അവിടെ എല്ലാ കേസും ഉൾപ്പെടുന്നുണ്ട്. മനസ്സിലായോ? പ്രിവാലൻസ് എന്ന് പറയുമ്പോൾ എല്ലാ കേസും ഉൾപ്പെടുന്നുണ്ട്. അവിടെ പുതിയ കേസെന്നോ ന്യൂ കേസസ്ന്നോ എക്സിസ്റ്റിംഗ് കേസസ്ന്നോ അങ്ങനെ സെപ്പറേറ്റ് സ്പെസിഫൈ ചെയ്യുന്നില്ല. എല്ലാ കേസുകളും ഏതിനകത്ത് വരുന്നുണ്ട്? പ്രിവാലൻസിനകത്ത് വരുന്നുണ്ട്. അതേസമയം ഇൻസിഡൻസ് പറയുമ്പോൾ അവിടെ എക്സിസ്റ്റിംഗ് കേസിൽ പെടുന്നില്ല. ആകെ എന്ത് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്തുള്ളൂ? ന്യൂ കേസസ് മാത്രമേ നമ്മൾ അവിടെ കൺസിഡർ ചെയ്യുന്നു. അതാണ് മെയിൻ ആയിട്ടുള്ള വ്യത്യാസം. ക്ലിയർ ആയോ? ആ കൺസെപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ട് ഭയങ്കര എളുപ്പമാണ്. ഓക്കെ. അതുപോലെ തന്നെ പ്രിവാലൻസ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഗീവ്സ് ഐഡിയ അബൌട്ട് ദ ബർഡൻ ഓഫ് ഡിസീസ് ഇൻ എ പോപ്പുലേഷൻ. ഒരു പോപ്പുലേഷനിലുള്ള ആ ഒരു പെർട്ടിക്കുലർ രോഗത്തിന്റെ ഭാരം, രോഗഭാരം അല്ലെ, ആ ഒരു രോഗം എത്രത്തോളം ഉണ്ട്, ആ ഒരു ബർഡൻ ഓഫ് ഡിസീസ് ആണ് പ്രിവാലൻസിലൂടെ നമ്മൾ അളക്കുന്നതെങ്കിൽ, അതേസമയം ഇൻസിഡൻസിൽ നമ്മൾ അളക്കുന്നത് എന്താണെന്ന് അറിയാമോ? ഇറ്റ് ഗീവ്സ് ആൻ ഐഡിയ അബൌട്ട് ദ റിസ്ക് ഓഫ് ഡെവലപ്പിംഗ് എ ഡിസീസ്. ആ ഡിസീസ് ഡെവലപ്പ് ചെയ്യാനുള്ള റിസ്കിനെയാണ് നമ്മൾ അവിടെ, റിസ്കിനെ പറ്റിയ ഒരു ഐഡിയ ആണ് നമുക്ക് ഇൻസിഡൻസിലൂടെ ലഭിക്കുന്നത്. മനസ്സിലായോ? ഇൻസിഡൻസ് എന്ന് പറയുമ്പോൾ പുതിയ കേസുകളുടെ എണ്ണമാണ് നമ്മളവിടെ കൺസിഡർ ചെയ്യുന്നത്. പുതിയ കേസുകളുടെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരിക്കും നമ്മൾ അവിടെ എന്താ അളക്കുന്നത്? ആ ഒരു രോഗം വരാനുള്ള റിസ്ക് ആണ് നമ്മൾ അവിടെ അളക്കുന്നത്, അല്ലെ? റിസ്ക് ഓഫ് ഡെവലപ്പിംഗ് ദ ഡിസീസ്. ആ ഡിസീസ് വരാനുള്ള റിസ്കിനെയാണ് നമ്മൾ അവിടെ, അതിനെ പറ്റിയുള്ള ഒരു ഐഡിയയാണ് നമുക്ക് ഇൻസിഡൻസ് തരുന്നത്. മറ്റേതോ പ്രിവാലൻസ് വരുന്നത് ആ ഒരു ഐഡിയ ഓഫ് ദ ബർഡൻ ഓഫ് ഡിസീസ് ആണ്. ആ പോപ്പുലേഷൻ ആ ഒരു ഡിസീസിന്റെ ഭാരം, ആ രോഗഭാരം എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് പ്രിവാലൻസ് തരുന്നതെങ്കിൽ, ആ രോഗം വരാനുള്ള റിസ്കിന്റെ സാധ്യതയാണ് ഇൻസിഡൻസ് നമുക്ക് തരുന്നത്. പിന്നെ പ്രിവാലൻസിലെ എല്ലാ കേസുകളും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ന്യൂ കേസസ് ഉണ്ട്, എക്സിസ്റ്റിംഗ് കേസ് ഉണ്ട്. ഇൻസിഡൻസ് എന്ന് പറയുമ്പോൾ ആകെ എന്ത് മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ? ന്യൂ കേസസ് മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. ആ ഒരു കൺസെപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇൻസിഡൻസ് ജസ്റ്റ് ഒന്ന് വായിക്കാം. Incidence is the number of lately diagnosed cases of a disease. Lately എന്ന് പറഞ്ഞാൽ എന്താ? ന്യൂ കേസ്, ലേറ്റസ്റ്റ് ആയിട്ട് കേട്ടോ, അതാണ് ഉദ്ദേശിക്കുന്നത്. ലേറ്റസ്റ്റ് ആയിട്ട് ന്യൂ ഡയഗ്നോസ്ഡ് കേസസ് ആണ് നമ്മൾ ഇതിലൂടെ അളക്കുന്നത്, ഇൻസിഡൻസിലൂടെ അളക്കുന്നത്. ഓക്കെ, അപ്പോ ഇൻസിഡൻസ് റേറ്റ് ഇസ് ദ നമ്പർ ഓഫ് റീസെന്റ് കേസസ് ഓഫ് എ ഡിസീസ്. കേട്ടോ, റീസെന്റ് എന്നോ ലേറ്റ്ലി എന്നോ ന്യൂ കേസസ് എന്നോ കണ്ടു കഴിഞ്ഞാൽ അതെന്താണ്? ഇൻസിഡൻസ് ആണ്. ഓക്കെ, നമ്പർ ഓഫ് റീസെന്റ് കേസസ് ഓഫ് എ ഡിസീസ് ഡിവൈഡഡ് ബൈ എന്താണ്? നമ്പർ ഓഫ് പേഴ്സൺസ് അറ്റ് റിസ്ക് ഫോർ ദ ഡിസീസ് ആണ് കേട്ടോ. അതായത് ആ ഒരു അസുഖം വരാൻ സാധ്യതയുള്ള ആ റിസ്ക് ആയിട്ടുള്ള പേഴ്സൺസിന് എത്ര ആളുകളിൽ പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നതാണ് നമ്മൾ ഇൻസിഡൻസിലൂടെ മെഷർ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ? ഇനി അടുത്തത് ഇൻസിഡൻസ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് റേറ്റ്. ഇൻസിഡൻസ് എന്ന് പറയുന്നതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അളവാണ് കേട്ടോ. നമ്മൾ പറഞ്ഞല്ലോ പ്രിവാലൻസിന് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഇൻസിഡൻസിനും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്താണ് ഇമ്പോർട്ടൻസ്? ഇറ്റ് ഈസ് ദ പ്രപ്പോർഷൻ ഓഫ് പീപ്പിൾ അറ്റ് റിസ്ക് ഹു ഡെവലപ്പ് ഡിസീസ് ഇൻ ദ കോഴ്സ് ഓഫ് എ സ്പെസിഫിക് ടൈം പീരീഡ്. അതായത് ആ ഒരു പെർട്ടിക്കുലർ കാലയളവിൽ ആ ഒരു പ്രത്യേക അസുഖം ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധ്യതയുള്ള റിസ്ക് ആയിട്ടുള്ള ആളുകളുടെ എണ്ണത്തിനെ പറ്റിയിട്ടാണ് അത് നമുക്ക് വിവരം തരുന്നത്. അതുകൊണ്ട് തന്നെ അതിന് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്, അല്ലെ? ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ നോക്കിയേ, ഫോർമുല നോക്കിയേ. ഇൻസിഡൻസ് റേറ്റ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ന്യൂ കേസ് ഓഫ് ഡിസീസ് ഇൻ എ ഗിവൺ ടൈം പീരീഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ പേഴ്സൺ ടൈം അറ്റ് റിസ്ക് ഡ്യൂറിംഗ് ദ ഫോളോ പീരീഡ്. കേട്ടോ, സെയിം കൺസെപ്റ്റ് ആണ് പറയുന്നത്. അതായത് പെർട്ടിക്കുലർ ടൈം പീരീഡിൽ ഉണ്ടായിട്ടുള്ള ന്യൂ കേസസ് ഓഫ് ഡിസീസുകളുടെ എണ്ണം ഡിവൈഡഡ് ബൈ ടോട്ടൽ പേഴ്സൺ ടൈം അറ്റ് റിസ്ക് ഡ്യൂറിംഗ് ദ ഫോളോ. അതേ കാലയളവില് ആ അസുഖം വരാൻ സാധ്യതയുള്ള റിസ്ക് ആയിട്ടുള്ള ആളുകളുടെ ആകെ എണ്ണം. ഓക്കെ, അതാണ് അവിടെ ഡിനോമിനേറ്ററിനകത്ത്. ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? ഇനി അതിന്റെ 3 key elements കേട്ടോ. ഈ ഒരു ഫോർമുലയായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില ഫാക്ടറുകളാണ് അവിടെ പറയുന്നത്. അപ്പൊ ഈ ഫാക്ടറുകൾ പറയുമ്പോൾ നിങ്ങൾ എന്തുമായിട്ട് കമ്പാരിസൺ നടത്തണം? പ്രിവാലൻസുമായിട്ട് കൂടെ കമ്പയർ ചെയ്തുകൊണ്ട് ഈ പോയിന്റുകൾ നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ ഇൻസിഡൻസിന്റെ പ്രധാനപ്പെട്ട കീ എലമെന്റ്സ് എന്താണ്? ഓൺലി ന്യൂ കേസസ് ഇൻക്ലൂഡഡ് ഇൻ ന്യൂമറേറ്റർ. ന്യൂമറേറ്റർ എന്ന് പറഞ്ഞ അംശമാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ന്യൂമറേറ്ററിനകത്ത് പുതിയ കേസുകൾ മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ എന്ത് ചിന്തിക്കണം? പ്രിവാലൻസുമായിട്ട് കൺസിഡർ ചെയ്യണം.
പ്രിവാലൻസിൽ എന്താ ന്യൂ കേസസ് മാത്രമാണോ? അല്ല, ന്യൂ കേസസും എക്സിസ്റ്റിംഗ് കേസസും കൂടെ ന്യൂമറേറ്ററിൽ കൺസിഡർ ചെയ്യും. ഇവിടെ വരുമ്പോൾ എന്ത് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ? ഇൻസിഡൻസിൽ ഓൺലി ന്യൂ കേസസ് മാത്രമാണ് ഇൻക്ലൂഡഡ് ഇൻ ദ ന്യൂമറേറ്റർ. ഓക്കെ, പിന്നെ അടുത്തത് എന്താണ്? ടോട്ടൽ പോപ്പുലേഷൻ അറ്റ് റിസ്ക് ഇൻ ദ ഡിനോമിനേറ്റർ. നമ്മൾ ഇവിടെ ചെയ്തതില് ഡിനോമിനേറ്ററിൽ റിസ്കിന് സാധ്യതയുള്ള മുഴുവൻ പോപ്പുലേഷനെ നമ്മൾ അവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട് ഇൻസിഡൻസിന് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ടോട്ടൽ പോപ്പുലേഷൻ അറ്റ് റിസ്ക് ഇൻ ദ ഡിനോമിനേറ്റർ, അതായത് അതിനടുത്ത് റിസ്കിന് സാധ്യതയുള്ള മുഴുവൻ പോപ്പുലേഷനെ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്തത് എന്താണ്? ടൈം ഇലമെന്റ്. ടൈം ഇലമെന്റിലും വ്യത്യാസമുണ്ട്. ഇവിടെ ടൈം ഇലമെന്റ് എന്താണ്? പീരീഡ് ഓവർ വിച്ച് റീസെന്റ് കേസസ് ഡിറ്റക്ട്. പുതിയ കേസുകളെ ഡിറ്റക്ട് ചെയ്തിട്ടുള്ള ആ ഒരു പീരീഡ്, ഒരു നിശ്ചിത കാലയളവ് തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. അതേസമയം നമ്മൾ പ്രിവാലൻസിൽ നോക്കി, പ്രിവാലൻസിന്റെ ഫോർമുല എടുത്ത് നോക്കി, അവിടെ എങ്ങനെയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്? പ്രിവാലൻസിന്റെ കേസിൽ പോയിന്റ് ഇൻ ടൈം ആണ്, ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഇൻ ടൈം ആണ്. അത് പീരീഡിൽ പറയാട്ടോ, അപ്പൊ പീരീഡ് പ്രിവാലൻസ് എന്ന് എടുത്ത് പറയേണ്ടതാണ്. പക്ഷെ ഇവിടെ നമ്മൾ മൊത്തത്തിൽ ഒരു പീരീഡ് ആയിട്ട് തന്നെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഒരു നിശ്ചിത കാലയളവിലേക്കായിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. വേറെ ഒന്നുമില്ല, ഈ ഒരു ഫോർമുലയുടെ പ്രത്യേകതകളാണ് അവർ പറയുന്നത്. ഇവിടെ പുതിയ കേസ് മാത്രമേ ന്യൂമറേറ്ററിൽ എടുക്കുന്നുള്ളൂ. ഡിനോമിനേറ്ററിലാണെങ്കിൽ ആ ഒരു റിസ്കിലുള്ള എല്ലാ പോപ്പുലേഷനെ കൺസിഡർ ചെയ്തിട്ട്, പിന്നെ നമ്മളൊരു ടൈം ഇലമെന്റ് ഇവിടെ ഒരു പീരീഡ് ആണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. ഒരു നിശ്ചിത കാലയളവ് തന്നെ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി two main types of incidences. Incidences പ്രധാനമായിട്ടും രണ്ട് ടൈപ്പ് ഉണ്ട്. ഇപ്പൊ നമ്മള് നമ്മുടെ പ്രിവാലൻസ് നമ്മൾ 3 ടൈപ്പ് പറഞ്ഞില്ലേ, പോയിന്റ്, പീരിയഡ്, ലൈഫ് ടൈം പ്രിവാലൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻസിഡൻസ് 2 ടൈപ്പാണ് പഠിക്കാനുള്ളത്. ഏതൊക്കെയാണ്? ക്യുമുലേറ്റീവ് ഇൻസിഡൻസും ഇൻസിഡൻസ് റേറ്റും. എന്താണ് ക്യുമുലേറ്റീവ് ഇൻസിഡൻസും ഇൻസിഡൻസ് റേറ്റ്? അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അടുത്ത ക്ലാസ്സിൽ പറയേണ്ട, അതുകൂടെ കേട്ട് കഴിയുമ്പോൾ മൊത്തത്തിൽ നിങ്ങൾക്കൊരു എന്താ പറയാ കൺഫ്യൂഷൻ തോന്നും. അപ്പൊ ഇതുവരെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ക്ലിയർ ചെയ്ത് വെക്കാം. അടുത്ത 2 ടൈപ്പ് ഓഫ് ഇൻസിഡൻസ് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഇനിയുള്ള ഭാഗങ്ങൾ എളുപ്പമാണ്. ഇൻസിഡൻസ് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നുമില്ല. ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ്, അതോടുകൂടി ആ ഒരു ചാപ്റ്റർ നമ്മുടെ അവസാനിപ്പിക്കാം. ഓക്കെ, അൺമ്യൂട്ട് ചെയ്യാതെ കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ അല്ലേ എല്ലാവർക്കും? ഇത്രയും വരെയുള്ള താങ്കൾ നല്ലപോലെ വായിച്ച് മനസ്സിലാക്കുക. ഇൻസിഡൻസ് പഠിക്കുമ്പോൾ നിങ്ങൾ പ്രിവാലൻസുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് പഠിക്കാം. അപ്പൊ അതുമായിട്ട് അപ്പൊ നിങ്ങൾക്ക് ആ രണ്ട് കൺസെപ്റ്റുകൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ, ശരി, എന്നാൽ താങ്ക് യു.